Good afternoon, all. Good Good afternoon. afternoon, ma'am. Good afternoon, ma'am. Good afternoon, ma'am. Prayer Good പറഞ്ഞോട്ടാ. afternoon, ma'am. Good afternoon. ഞാൻ പ്രയർ ചൊല്ലണ്ട കേട്ടോ. പറഞ്ഞു. അഖിലാണ്ട മണ്ഡല മണി ചുരുക്കി അതിനുള്ള ദീപം കൊളുത്തി പരമാണു പൊരുളേലും സ്ഫുരണമായി മിന്നും പരമപ്രകാശമേ ശരണം നീയെന്നും സുരകോളലക്ഷങ്ങൾ അണിയിട്ടു നിർത്തി അവികല സൗഹൃദ ബന്ധം പുലർത്തി അതിനൊക്കെ ഇടയ്ക്ക് കുടികൊള്ളും സത്യമേ ശരണം നീയെന്നും ദുരിതങ്ങൾ കൂത്താടും ഉലകത്തിൽ നിന്റെ പരിപൂർണ തേജസ്സും വിളയാടി കാൺമാൻ ഒരു ജാതി പരിശുദ്ധ വേദാന്തം സകലമായി തീരാൻ അഖിലാദി നായക തവ തീരു മുമ്പിൽ അഭയമായി നിത്യവും പണിയുന്നു ഞങ്ങൾ സമരാധി കൃഷ്ണകളാകെ വേദിക്ക് സമതയും ശാന്തിയും ക്ഷേമവും തിങ്ങി ജനതയും കൈകോർത്തിണങ്ങി ജനിത സൗഭാഗ്യത്തിൻ ഗീതം മുഴങ്ങി നരലോകമേ വിജയിക്കാനിൽ തിരുനാമങ്ങൾ പാടി അഖിലാണ്ട മണ്ഡല മണി ചുരുക്കി അതിനുള്ള ആനന്ദ ദീപം കൊളുത്തി പരമാണു പൊരുളിലും സ്ഫുരണമായി മിന്നും പരമപ്രകാശമേ ശരണം നീയെന്നും. താങ്ക് യു മിസ്. Silent thought of the day പറഞ്ഞോട്ടാ. Thought of the day. Education is the most powerful weapon which you can use to change the world. By Nelson Mandela. Repeat. Education is the most powerful weapon which you can use to change the world. Thank you. സൈന് മറിയ മോണ്ടിസറി ഉറച്ച മനസ്സിന്റെ വിജയഗാഥ. മറിയ മോണ്ടിസറി ഇറ്റലിയിൽ ജനിച്ച ഒരു ധീര വനിതയായിരുന്നു. ആ കാലത്ത് സ്ത്രീകൾക്ക് ഡോക്ടറായി പഠിക്കാൻ അവസരം വളരെ കുറവായിരുന്നു. പക്ഷേ മറിയയ്ക്ക് വലിയ സ്വപ്നങ്ങൾ ഉണ്ടായിരുന്നു. പലരും പറഞ്ഞു, ഇത് സ്ത്രീകൾക്ക് കഴിയുന്ന കാര്യമല്ല. എന്നാൽ അവർ പിന്നോട്ടില്ല. കഠിനാധ്വാനവും ആത്മവിശ്വാസവും കൊണ്ട് അവർ ഇറ്റലിയിലെ ആദ്യ വനിതാ ഡോക്ടർമാരിൽ ഒരാളായി. പിന്നീട് അവർ കുട്ടികളെ പഠിപ്പിക്കുന്ന രീതിയിൽ മാറ്റം കൊണ്ടുവന്നു. കുട്ടികളെ ശാസിച്ച് പഠിപ്പിക്കാതെ അവരുടെ സ്വഭാവം മനസ്സിലാക്കി സ്വാതന്ത്ര്യം നൽകി പഠിപ്പിക്കണം എന്നവർ വിശ്വസിച്ചു. 1907 അവർ ആദ്യ സ്കൂൾ ആരംഭിച്ചു, കാസ ഡി ബാംബിനി. അവിടെ കുട്ടികൾ സന്തോഷത്തോടെ പഠിക്കാൻ തുടങ്ങി. ഇന്ന് ലോകമെമ്പാടും മോണ്ടിസറി രീതിയിൽ ആയിരക്കണക്കിന് സ്കൂളുകൾ പ്രവർത്തിക്കുന്നു. സ്വപ്നം കാണാൻ ധൈര്യമുണ്ടെങ്കിൽ ലോകം മാറ്റാൻ പോലും കഴിയുന്നു. ആത്മവിശ്വാസവും കഠിനാധ്വാനവും വിജയത്തിന്റെ ചാവിക്കോലാണ്. സൈൻ ഇൻ ബൈ അതുല്യ. താങ്ക് യു. Okay. Good afternoon, all. നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഡോക്ടർ മരിയ മോണ്ടിസോറിനെ കുറിച്ചിട്ടായിരുന്നു അല്ലേ? ഓക്കെ. നമ്മൾ എവിടെ വരെ എത്തുമെന്നൊന്ന് പറയാമോ? അത് ഫുള്ള് കഴിഞ്ഞായിരുന്നു. ഇൻട്രൊഡക്ഷൻ മരിയ മോണ്ടിസോറി എന്നുള്ള ആ ഒരു ഭാഗം കഴിഞ്ഞായിരുന്നു. ഒബ്സർവേഷൻ. അപ്പോ മോണ്ടിസോറി ബിലീവ് ചെയ്തിരുന്നത് അഡൾട്ട്സിൽ നമുക്കിനി മാറ്റം വരുത്താനായിട്ട് പറ്റില്ല, പക്ഷെ കുട്ടികളിൽ നമുക്ക് മാറ്റം വരുത്താനായിട്ട് പറ്റും എന്ന് ആര് വിശ്വസിച്ചിരുന്നു? മോണ്ടിസോറി വിശ്വസിച്ചിരുന്നു. ഒരു മിനിറ്റ് കേട്ടോ.
മൈക്ക് അറിയാണ്ട് ഓൺ ചെയ്താന്ന് തോന്നുന്നു മിസ്സേ. ഓക്കെ കേട്ടോ, നോക്കാം. അപ്പൊ adult must realize that he must take second place venture all aims of mothers and it. നമ്മൾ ആ ഒരു പാരഗ്രാഫിൽ നിന്നാണ് ലാസ്റ്റ് നിർത്തിയത്. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അഡൾട്ട് എന്ന് പറയുന്നത് ഇപ്പോ എല്ലാ പേജ് നമ്പർ 80 ആണ് എടുക്കുന്നത്. പേജ് നമ്പർ 80. അഡൾട്ട് എന്ന് പറയുമ്പോൾ മുതിർന്ന ഒരു വ്യക്തി എല്ലാ ഡെവലപ്മെന്റും ഏകദേശം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പൊ നമുക്ക് അഡൾട്ടിനെ ചേഞ്ച് ചെയ്യാൻ പറ്റുമോ? എത്ര നമുക്ക് കുട്ടീനെ ചേഞ്ച് ചെയ്യുന്ന പോലെ അത്ര ഈസി അല്ല മുതിർന്ന വ്യക്തിയെ അഡൾട്ടിനെ ചേഞ്ച് ചെയ്യാന്നുള്ളത്. മോണ്ടിസോറി ഇവരിൽ രണ്ടുപേരിലും ഒബ്സർവ് ചെയ്തു. ആരില്? അഡൾട്ട്സിനെയും ഒബ്സർവ് ചെയ്തു, കുട്ടികളെയും ഒബ്സർവ് ചെയ്തു. അപ്പൊ അതിൽ നിന്ന് മോണ്ടിസോറിക്ക് മനസ്സിലായ കുറച്ച് ഫൈൻഡിങ്സ് ആണ് നമ്മൾ ഇനി നോക്കാൻ പോകുന്നത്. ഹെർ ഒബ്സർവേഷൻ എന്ന് പറഞ്ഞിട്ട് മോണ്ടിസോറിക്ക് മനസ്സിലായ ഫൈൻഡിങ്സ്, കുട്ടികളെ മുതിർന്നവരെ ഒബ്സർവ് ചെയ്യുന്നതിൽ മുതിർന്നവരെയും കുട്ടികളെയും ഒബ്സർവ് ചെയ്യുന്നതിൽ മോണ്ടിസോറിക്കും ഒബ്സർവേഷൻസ് അല്ലെങ്കിൽ മോണ്ടിസോറിക്ക് മനസ്സിലായ കുറച്ച് കാര്യങ്ങളാണ് ഇനി നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. റെക്കോർഡൊക്കെ എഴുതി തുടങ്ങിയോ എല്ലാവരും? എഴുതി തുടങ്ങിയോ? എങ്ങനെയൊക്കെ റെക്കോർഡ് എഴുതുന്നത്? ഓൺ ആയിട്ട് എഴുതുന്നവരുണ്ടാവും, കോപ്പി ചെയ്യുന്നവരുണ്ടാവും, ഇല്ലേ? ഇല്ല, ആരില്ല. ഞാനൊക്കെയാണ് കോപ്പി ചെയ്യുന്നില്ല. ഓക്കെ, ഞാനൊക്കെ റെക്കോർഡ് ചെയ്തും എന്നോട് പറഞ്ഞ കുഴപ്പമൊന്നുമില്ല. ഞാനൊക്കെ ആണെങ്കിൽ കുറച്ചൊക്കെ നോക്കിയൊക്കെ എഴുതും, ഏതെങ്കിലും ബുക്സ് ഒക്കെ റെഫർ ചെയ്തിട്ട്. ഒരുപാട് ഓൺ ക്രിയേഷൻസ് കുറവാണ്. ഇങ്ങനെ ഓൺ ആയിട്ട് കുറെ കാര്യങ്ങൾ എഴുതാനൊന്നും അധികം പറ്റുന്നില്ല. ക്രിയേറ്റീവായിട്ട് തിങ്ക് ചെയ്യാത്തോണ്ടാന്ന് തോന്നുന്നു. അപ്പൊ ഞാൻ റെഫർ ചെയ്യും. പറഞ്ഞോട് അത് ശരിക്കും ഞാൻ വിചാരിച്ചിരിക്കുന്നത് എനിക്ക് അങ്ങനെ അറിയില്ല. ഇതൊരു കുറ്റമൊന്നുമല്ല കേട്ടോ. കാരണം നമ്മളുടെ അഡൾട്ട്സിന്റെ ബിഹേവിയർ അങ്ങനെയാണ്. നമ്മൾ പെട്ടെന്ന് കോപ്പി ചെയ്യാൻ അല്ലെങ്കിൽ റീപ്രൊഡ്യൂസ് ചെയ്യാനൊക്കെ നമ്മൾ മെയിൻ ആയിട്ട് നോക്കുള്ളൂ. എന്തെങ്കിലും പെട്ടെന്ന് ഈസിലി അത് കംപ്ലീറ്റ് ചെയ്യുക എന്നതായിരിക്കും നമ്മളുടെ എയിം. പക്ഷെ ഇപ്പൊ നമ്മൾ കുട്ടിക്ക് ഒരു ആക്ടിവിറ്റി കൊടുത്തു എന്ന് വിചാരിക്കും. ഒരു KG സെഷനിലുള്ള ഒരു കുട്ടിക്ക് ഒരു കളക്ഷൻ ബുക്ക് കൊടുക്കുകയാണെങ്കിൽ നമ്മളിപ്പോ അവന് ഇഷ്ടമുള്ള എന്തെങ്കിലും കാര്യങ്ങൾ കളക്ട് ചെയ്യാനായിരിക്കും. ചിലപ്പോ ലീഫോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആണെങ്കിൽ, ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറയാനായിട്ടാ, ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ലീഫുകൾ കളക്ട് ചെയ്യാൻ പറയുകയാണെങ്കിൽ അവനത് എൻജോയ് ചെയ്ത് ഓരോ ലീഫും കിട്ടുന്നതൊക്കെ അതിൽ എടുത്ത് വെച്ച് കളക്ട് ചെയ്ത് ആ ഒരു ജേർണി ഫുള്ളും അവൻ എന്ത് ചെയ്യും, ഈ കളക്ഷനും കാര്യങ്ങളൊക്കെ ആയിട്ട് കണ്ടിന്യൂ ചെയ്യും. പക്ഷെ അഡൾട്ട് ആണെങ്കിലോ, അഡൾട്ടിനെ സംബന്ധിച്ച് നമ്മൾ റെക്കോർഡൊക്കെ എഴുതുന്ന സമയത്ത് നമ്മൾ കോപ്പി ചെയ്യാറൊക്കെ ഉണ്ട് അല്ലെ? ഓൺ ക്രിയേഷൻ കുറച്ച് കുറവാണ് നമുക്ക് അല്ലെ? അപ്പോ മുതിർന്നവർ അങ്ങനെയാണ്, എപ്പോഴും പ്രോക്രിയേറ്റ് ചെയ്യാനാണ് ശ്രമിക്കുക. റീപ്രൊഡ്യൂസ് അല്ലെങ്കിൽ കോപ്പി ചെയ്യാനായിരിക്കും ശ്രമിക്കുന്നത്. The adult procreate while the child create. അപ്പൊ അഡൾട്ട് ഒരു കാര്യം കോപ്പി ചെയ്യാൻ ശ്രമിക്കുമ്പോൾ ഒരു കുട്ടി എന്ന നിലയിൽ കുട്ടി എന്ത് ചെയ്യാൻ നോക്കും? അത് ക്രിയേറ്റ് ചെയ്യാൻ നോക്കും. അവൻ ആ ജേർണി വളരെ ഇഷ്ടമാണ്. ഏതെങ്കിലും ഒരു വർക്ക്, ഇപ്പൊ എന്നെ സംബന്ധിച്ചാണെങ്കിൽ പിങ്ക് ടവർ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? പ്രാക്ടീസ് സെഷൻ ആവാറായിട്ടുണ്ട്. ഇമേജസ് കണ്ടിട്ടുണ്ടോ മിസ്സേ? ഓക്കെ, അത് നമ്മൾ മിസ്സേ എന്താണ്? പിങ്ക് ടവർ നമ്മൾ ഉണ്ടാക്കണോ? ചാർട്ട് പേപ്പർ യൂസ് ചെയ്ത് ഉണ്ടാക്കണം. അത് ഞാൻ പറയാട്ടോ എടാ, ക്ലാസ് ലാസ്റ്റ് ആവുമ്പോ ഞാൻ പറയാവേ. ജസ്റ്റ് ഈ ഒരു പിങ്ക് ടവർ ഞാനാണെങ്കിൽ ഇങ്ങനെയായിരിക്കും ചെയ്യാം. ഓക്കെ, ജസ്റ്റ് എന്താണ് ഇങ്ങനെ അറേഞ്ച് ചെയ്ത് വെക്കും, സാധാരണ നോർമലി എല്ലാവരും ചെയ്യുന്ന പോലെ. പക്ഷെ നമ്മൾ പിങ്ക് ടവർ കുട്ടികൾക്ക് കൊടുക്കുകയാണെങ്കിൽ കുട്ടികൾ പല രീതിയിലാണ് ചെയ്യുന്നത് നമുക്ക് കാണാൻ പറ്റും. കുട്ടികൾ ചെയ്യുന്ന രീതികൾ ഡിഫറെന്റ് ആയിട്ടുള്ള വേരിയൻസ് ആണ് കാണുന്നത്. പല രീതിയിൽ ചെയ്യുന്നത് കാണാൻ പറ്റും. ഓക്കെ, അവരത് എൻജോയ് ചെയ്ത് അത്രയും ഇതായിട്ട് ചെയ്യും. ഭയങ്കരമായിട്ട് ഷേപ്സ് ഒക്കെ അവർ തന്നെ ക്രിയേറ്റ് ചെയ്യും, ഓൺ ക്രിയേഷൻസ്. നമ്മളാണെങ്കിലും എങ്ങനെയായിരിക്കും, നേരെ
എന്താ പറയാ ഒന്നിന് മുകളിൽ ഒന്നിലേക്ക് അങ്ങനെ അറേഞ്ച് ചെയ്ത് വെക്കാണ് ചെയ്യാൻ നമ്മള്. പക്ഷെ കുട്ടിയാകുമ്പോൾ അവന്റേതായ രീതിയിൽ അവനത് ക്രിയേറ്റ് ചെയ്യുന്നത് നമുക്ക് കാണാൻ പറ്റും. അത് എൻജോയ് ചെയ്ത് അത്ര ഹാപ്പിനെസ്സോട് കൂടി അവൻ ക്രിയേറ്റ് ചെയ്യുന്നത് കാണാനായിട്ട് നമുക്ക് പറ്റും. The child will explore the environment. നമ്മള് കുട്ടികളെ സംബന്ധിച്ച് കുട്ടികളുടെ ചുറ്റുപാടും എക്സ്പ്ലോർ ചെയ്യാനായിരിക്കും ഇഷ്ടപ്പെടുന്നത്. കുട്ടികളുടേതായ എൻവയോൺമെന്റും കാര്യങ്ങളും എക്സ്പ്ലോർ ചെയ്യാൻ ഇഷ്ടപ്പെടും. ദ അഡൾട്ട് വിൽ ചേഞ്ച് ദ എൻവയോൺമെന്റ്. പക്ഷെ നമ്മൾ എങ്ങനെയാ നമ്മളുടേതായ രീതിക്ക് ആ ഒരു എൻവയോൺമെന്റിനെ ചേഞ്ച് ചെയ്യാൻ ശ്രമിക്കും, അല്ലെ? ചേഞ്ച് ചെയ്യാറില്ലേ? നമുക്കൊരു കാര്യം ശരിയായില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? നമ്മളുടേതായ രീതിക്ക് അത് ചേഞ്ച് ചെയ്തെടുക്കും. The child use the environment to perfect himself, while the adult use himself to perfect the environment. കുട്ടികളാണെങ്കിൽ ആ കുട്ടി ആ ഒരു എൻവയോൺമെന്റ് ആയിട്ട് ഇഴുകി ചേരാനായിട്ട് അല്ലെങ്കിൽ അഡാപ്റ്റ് ആവാനായിരിക്കും ശ്രമിക്കുന്നത്. അവരുടെ ചുറ്റുപാടായിട്ട് അവൻ എന്ത് ചെയ്യും? അഡാപ്റ്റ് ആവാനായിട്ട് ശ്രമിക്കും. പക്ഷെ മുതിർന്ന ഒരു വ്യക്തിനെ സംബന്ധിച്ച് അവരൊരു എൻവയോൺമെന്റ് പെർഫെക്റ്റ് അവന്റെ രീതിക്ക് അവൻ എന്ത് ചെയ്യും? അവർക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള രീതിക്ക് നമ്മൾ ചേഞ്ച് ചെയ്തെടുക്കാൻ നമ്മൾ ചിന്തിക്കും. നമ്മളായാലും അങ്ങനെയാണ്. നമ്മളുടേതായ രീതിക്ക് നമ്മുടെ ചുറ്റുപാട് നമ്മൾ ചേഞ്ച് ചെയ്യും. നമ്മുടെ ഇഷ്ടങ്ങളൊക്കെ മാറ്റങ്ങളൊക്കെ കൊണ്ടുവരും. നമ്മൾ കുറച്ച് ചേഞ്ചസും കാര്യങ്ങളൊക്കെ വരുത്തും. ദ അഡൽട്ട് ഈസ് നോ ലോങ്ങർ ഡെവലപ്പിംഗ്. എന്തുകൊണ്ട് നമ്മൾ അഡൽട്ടിനെ ഫോക്കസ് ചെയ്തിട്ട് കാര്യമില്ല. കാരണം എന്താണ്? അഡൽട്ടിന് ലോങ്ങർ ഡെവലപ്പ് ചെയ്യാനായിട്ട് ഇല്ല. ബട്ട് he has reached the top of the species. നമ്മളെയൊക്കെ സംബന്ധിച്ച് നമ്മളിൽ ഇനി ചേഞ്ച് വരുത്താന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടി മുതിർന്നു കഴിഞ്ഞാൽ ഒരു എന്താ പറയാ കുറച്ചുകൂടി നമുക്ക് പറയില്ലേ, ഏജ്ഡ് ആയിട്ടുള്ളവരെ നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റില്ല എന്ന് പറയും. അപ്പൊ അഡൽട്ടിന് നമുക്ക് പെട്ടെന്ന് ചേഞ്ച് ചെയ്യാനായിട്ട് പറ്റില്ല. കാരണം അവര് സ്പീഷ്യസിന്റെ ടോപ്പിലെത്തി കഴിഞ്ഞു. അവർക്ക് നമ്മൾ പറയും ചെറുപ്പം മുതൽ ശീലിച്ച ശീലങ്ങള് അത് ശീലിച്ച കാര്യങ്ങൾ നമ്മൾ ഫോളോ ചെയ്യും. അല്ലെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ട് ലൈഫ് ലോങ് നമ്മൾ ഒരു പഴഞ്ചൊല്ലി ഉണ്ടല്ലോ, ലൈഫ് ലോങ് അത് അപ്ലൈ ചെയ്യും, അവരത് ഫോളോ ചെയ്യും. അതേപോലെയാണ് ചെറുപ്പത്തിൽ എന്താണ് ശീലിക്കുന്നത് അതായിരിക്കും അവർ മുതിർന്നു കഴിഞ്ഞാലും ശീലിക്കുന്നത്. അപ്പൊ നമുക്ക് കുട്ടികളിൽ ഈ ഒരു ചേഞ്ചസ് വരുത്തുകയാണെങ്കിൽ ഈ കുട്ടികളിൽ നല്ലൊരു മാറ്റം നമുക്ക് കാണാനായിട്ട് പറ്റും. ബട്ട് ദ ചൈൽഡ് ഇന്ററാക്ട് വിത്ത് ദ എൻവയോൺമെന്റ്. അവന്റെ ചുറ്റുപാടായിട്ടൊക്കെ ഇന്ററാക്ട് ചെയ്യുന്നു. അബ്സോർബ്സ് ഇംപ്രഷൻ ഫോർ സൈക്കിക് ഡെവലപ്മെന്റ്, കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ് ഒക്കെ ഈ കുട്ടികൾക്ക് ഈ ചുറ്റുപാടും എക്സ്പ്ലോർ ചെയ്യുന്നത് കൊണ്ട് കുട്ടികളിൽ സൈക്കിക് ആൻഡ് കോഗ്നിറ്റീവ് ഡെവലപ്മെന്റുകളും കാര്യങ്ങളൊക്കെ നടക്കുന്നു. കുട്ടികൾ വീട്ടില് വൈറ്റ് ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ടോ? അമ്മ ഇത് എന്തുകൊണ്ടാ, ഇതെന്താ ഇങ്ങനെ സംഭവിച്ചേ? അതിന് വൈറ്റ് ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ടോ? ഉണ്ട്. ഓക്കെ. അപ്പൊ ഈ വൈറ്റ് ക്വസ്റ്റ്യൻ ചോദിക്കുന്ന കുട്ടികളിൽ സൈക്കിക് ഡെവലപ്മെന്റ് വളരെ കൂടുതലായിരിക്കും എന്നാ പറയുന്നത്. സൈക്കിക് ഡെവലപ്മെന്റ് വളരെ കൂടുതലായിരിക്കും. ചില വൈറ്റ് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത് എന്തുകൊണ്ട്? അവർ കൂടുതൽ കാര്യങ്ങൾ അറിയാൻ വേണ്ടിയിട്ടുള്ള ജിജ്ഞാസയുടെ പുറത്താണ് ഈ വൈറ്റ് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത്. ഇപ്പൊ നമ്മുടെ കുട്ടി വൈറ്റ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നുണ്ടെങ്കിൽ ഇപ്പൊ നമുക്ക് ചിലപ്പോ അറിയാൻ പറ്റാത്ത ആൻസർ ആയിരിക്കും, അല്ലെങ്കിൽ നമുക്ക് അറിയാത്ത പോർഷൻ ആയിരിക്കും. അപ്പൊ നമ്മൾ എന്ത് പറയും? ഞാൻ നോക്കിയിട്ട് പറയാട്ടാ, നമ്മൾ നോക്കിയിട്ട് പറഞ്ഞുതരാട്ടാ എന്ന് പറയും. അല്ലാതെ നമ്മൾ അവരെ വഴക്ക് പറയില്ല. നമുക്ക് എപ്പോഴും വൈറ്റ് ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ ക്വസ്റ്റ്യൻസ് മാത്രമേ ചോദിക്കാനുള്ളൂ എന്നൊക്കെ നമ്മൾ പറയരുത്. കുട്ടികൾ ആദ്യം ഈ ക്വസ്റ്റ്യൻസ് ചോദിച്ച് അതിന്റെ ഉത്തരങ്ങൾ തേടാണ് അവര് നമ്മളിൽ നിന്ന്. അപ്പോ അതിന്റെ ഉത്തരങ്ങൾ തേടുന്നതിനനുസരിച്ച് അവരുടെ കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ് നല്ല രീതിയിൽ ഇംപ്രൂവ് ആവുന്നുണ്ട്. മെന്റൽ ഡെവലപ്മെന്റ് വിൽ ഇംപ്രൂവ്. അപ്പൊ വൈറ്റ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നതിന്റെ ഭാഗമായിട്ട് കുട്ടികളിലെ മെന്റൽ ഡെവലപ്മെന്റ് സംഭവിക്കുകയാണ്. ഓക്കെ. ഈ കുട്ടികൾ വർക്ക് ചെയ്യുന്നത് കണ്ടിട്ടുണ്ടോ? റിപ്പീറ്റ്ലി വർക്ക് ചെയ്യുന്നുണ്ടോ? വീണ്ടും സെയിം ആക്ടിവിറ്റി ചെയ്യുന്നതാണോ? ഒബ്സർവ് ചെയ്തിട്ടുണ്ടോ? ഓക്കെ. അവരത് എൻജോയ് ചെയ്താ ചെയ്യുന്നത്. ഒരു കാര്യം ചിലപ്പോൾ ചെയ്തു തെറ്റിപ്പോയി, അത് വീണ്ടും അവർ എൻജോയ് ചെയ്ത് അവർക്ക് ആ എൻജോയ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ അവർക്ക് ആ ഒരു വർക്ക് വീണ്ടും ചെയ്യുമ്പോൾ കോൺസെൻട്രേഷൻ ഇംപ്രൂവ് ചെയ്യും. ഒരു വർക്ക് റിപ്പീറ്റ്ലി അവർ ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് കുട്ടികളിൽ കോൺസെൻട്രേഷൻ വരും. പേഷ്യൻസ് ഉണ്ടാവും. ചെറിയ വർക്കായിരിക്കും, അത്രയും കോൺസെൻട്രേഷനോടുകൂടി ചെയ്യേണ്ട വർക്കുകൾ അവരങ്ങനെ അത്രയും ശ്രദ്ധയോടുകൂടി ചെയ്യുമ്പോൾ അവർക്ക് പേഷ്യൻസ് ഡെവലപ്പ് ചെയ്യും. ക്ഷമ, ബ്രീത്ത് ഒക്കെ കൺട്രോൾ ചെയ്യും. നമ്മൾ ജസ്റ്റ് പേപ്പർ ഗ്ലാസ് ഉണ്ടല്ലോ, പേപ്പർ ഗ്ലാസ് വെച്ചിട്ടൊക്കെ ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ അറേഞ്ച് ചെയ്യും. പിള്ളേർ ഇങ്ങനെ റോൾ ചെയ്തിട്ട് എന്താ പറയുക, ഒരു ട്രയാങ്കിൾ പോലെ അറേഞ്ച് ചെയ്യാറുണ്ട് അല്ലേ? അപ്പൊ വലിയ ട്രയാങ്കിൾ ഒക്കെ ചെയ്യുമ്പോൾ കുട്ടികൾക്ക് അറിയാം ബ്രീത്ത് വന്നാൽ പോലും അത് വീണ് പോകും എന്ന് അവർക്കറിയാം. സോ അവര് ബ്രീത്ത് ഒക്കെ കൺട്രോൾ ചെയ്ത് അത്രയും കോൺസെൻട്രേഷനോട് കൂടിയായിരിക്കും അവർ ഓരോ ആക്ടിവിറ്റീസും ചെയ്യുന്നത്.
The aim of the child work is not an external one, but an internal one. നമ്മൾ എക്സ്റ്റേണൽ ആയിട്ട് അവരെ പുറമോടിക്കോ അങ്ങനെയൊന്നല്ല ചെയ്യുന്നത്, അവരുടെ ഉള്ളിൽ നിന്നുള്ള ഒരു കാര്യമാണ്, ഇന്റേണലി വരുന്നതാണ്, ഉള്ളിൽ നിന്ന് വരുന്ന ഒരു കാര്യമാണ് ചൈൽഡിന്റെ വർക്ക് എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് ഫോർ സെൽഫ് കൺസ്ട്രക്ഷൻ. ഇതാണ് സെൽഫ് കൺസ്ട്രക്ഷൻ. കുട്ടിയുടെ ഉള്ളിൽ നിന്നുള്ള ഒരു പ്രേരണയുടെ ഫലമായിട്ടാണ് അവർ ഈ വർക്ക് റിപ്പീറ്റ്ലി ചെയ്യുന്നത്. ആൻഡ് അഡൾട്ട് വർക്ക് ടു ഫിനിഷ് ആൻ ആക്ടിവിറ്റി. നമ്മളാണെങ്കിലോ നമ്മൾ ജസ്റ്റ് അത് എങ്ങനെയെങ്കിലും ഫിനിഷ് ചെയ്യണം, എത്ര ടൈം മാക്സിമം കുറച്ച് സമയം കൊണ്ട് ആ ഒരു ആക്ടിവിറ്റി ഫിനിഷ് ചെയ്യണമെന്നായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്, എയിം ചെയ്യണേ. പക്ഷെ കുട്ടി അത് കറക്റ്റ് ആയിട്ട് ചെയ്യുന്നു, അത് ചിലപ്പോ എന്താണ് തെറ്റിപ്പോകുന്നു, അവൻ വീണ്ടും അറേഞ്ച് ചെയ്യുന്നു, റിപ്പീറ്റ് ചെയ്ത് അവൻ ലാസ്റ്റ് അത് കറക്റ്റ് ചെയ്യുമ്പോൾ അവനൊരു നല്ലൊരു ഹാപ്പിനെസ് കിട്ടും. പക്ഷെ നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യണത് എങ്ങനെയാ, നമ്മൾ ആ വർക്ക് എങ്ങനെ കംപ്ലീറ്റ് ആക്കുക എന്നുള്ളൊരു എയിം ആയിരിക്കും. ആൻഡ് അഡൾട്ട് വർക്ക് ടു ഫിനിഷ് ആൻ ആക്ടിവിറ്റി ആൻഡ് ദ ചൈൽഡ് വർക്ക് ഇൻ ഓർഡർ ടു ഗ്രോ. അപ്പോ അഡൾട്ട് എന്താണ് ഒരു ആക്ടിവിറ്റി എങ്ങനെയെങ്കിലും ഫിനിഷ് ചെയ്യണമെന്നായിരിക്കും അഡൾട്ടിന്റെ ഒരു എയിമെങ്കിൽ, ചൈൽഡ് വർക്ക് ചെയ്യുന്ന എന്താണ് ഇൻ ഓർഡർ ടു ഗ്രോ. അവന് എന്താണ് നല്ലൊരു സന്തോഷത്തോടു കൂടി എൻജോയ് ചെയ്തായിരിക്കും വർക്ക് ചെയ്യുന്നത്. ട്രൂ വർക്ക് പറയുമ്പോഴാണ് നമുക്ക് കുട്ടികളെ സംബന്ധിച്ച് അവരുടെ ഹാൻഡ് മൂവ്മെന്റ്സ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അവര് എല്ലാ കാര്യങ്ങളും എക്സ്പ്ലോർ ചെയ്യുന്നത് എങ്ങനെയാണ്, അവര് ഹാൻഡ് യൂസ് ചെയ്താണ് അല്ലെ. എന്തും കൈകൊണ്ട് ടച്ച് ചെയ്ത് നോക്കി സെൻസ് ചെയ്ത് കാര്യങ്ങൾ മനസ്സിലാക്കാണ്. അപ്പൊ ഹി ഡെവലപ്പ് ത്രൂ വർക്ക് ചെയ്യുന്നതിലൂടെ ഹി ഡെവലപ്പ് കോൺസെൻട്രേഷൻ. അവർക്ക് കോൺസെൻട്രേഷൻ കൂടുന്നത് കാണാൻ പറ്റും. മോട്ടോർ ഡെവലപ്മെന്റ്, കുട്ടികളില് ഫൈൻ മോട്ടോർ സ്കിൽസും ഗ്രോസ് മോട്ടോർ സ്കിൽസും കാര്യങ്ങളും ഡെവലപ്പ് ചെയ്ത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. വർക്ക് ഹാബിറ്റ് ആൻഡ് മോർ ഇമ്പോർട്ടന്റ്ലി ഹിസ് സെൽഫ് കൺസെപ്റ്റ് നമുക്ക് ഡെവലപ്പ് ചെയ്യുന്നത് കാണാൻ പറ്റും. കുട്ടികൾ വർക്ക് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ കുട്ടികൾ ഒരുമിച്ച് ഗ്രൂപ്പ് ആയിട്ടൊക്കെ വർക്ക് ചെയ്യുന്ന സമയത്ത് അവർ ലാംഗ്വേജ് ഇംപ്രൂവ് ചെയ്യുന്നത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. നമ്മൾ ഗ്രൂപ്പിലാവുമ്പോൾ കുട്ടികളിലെ ലാംഗ്വേജ് ഇംപ്രൂവ്മെന്റ്സും കാര്യങ്ങളൊക്കെ വരുന്നത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. The child is more interested in the process of work. ആ ഒരു പ്രോസസ് ഓഫ് വർക്ക്, ആ വർക്കിന്റെ രീതിയായിരിക്കും കുട്ടിക്ക് ഇഷ്ടം. While the adult is more interested in result. നമ്മളെ സംബന്ധിച്ച് എന്താണ്, ഫൈനൽ റിസൾട്ട് ആയിരിക്കും ഇമ്പോർട്ടന്റ്. ഇപ്പോ നിങ്ങളെല്ലാം ഞാൻ ജസ്റ്റ് ഒരു എക്സാമ്പിൾ ചോദിക്കാം. ഞാൻ 2 ഓപ്ഷൻസ് പറയും. അതിൽ നിങ്ങൾക്ക് ഫസ്റ്റ് ഓപ്ഷൻ ആണെങ്കിൽ എ എന്ന് പറയണം, സെക്കൻഡ് ഓപ്ഷൻ ആണെങ്കിൽ ബി എന്ന് പറയണം. ഓക്കെ, നിങ്ങൾ ഈ ഒരു കോഴ്സ് ചെയ്യുന്ന ഈ ഒരു ടൈം പീരീഡ് എൻജോയ് ചെയ്യുന്നതാണോ നിങ്ങൾക്ക് ഇഷ്ടം, അല്ലെങ്കിൽ കോഴ്സ് ഒക്കെ കഴിഞ്ഞ് ഫൈനൽ റിസൾട്ടിൽ പാസ് ഔട്ട് ആവുന്നതാണോ നിങ്ങൾക്ക് ഇഷ്ടം? എ ആണോ ബി ആണോ? ആർക്കും ഇഷ്ടമല്ല, എ ആണ് ഇഷ്ടം. ഈ ഒരു കോഴ്സ് ചെയ്യുന്ന ഓക്കെ, നിങ്ങൾ എല്ലാവരും കുട്ടികളാണ്, അതുകൊണ്ട് നിങ്ങൾക്ക് അങ്ങനെ ഇഷ്ടം. ഓക്കെ, അപ്പൊ നിങ്ങൾ പ്രോസസ്സ്, ആ ഒരു വർക്ക് ചെയ്യുന്ന ഒരു പ്രോസസ്സ് ഇഷ്ടപ്പെട്ട് ചെയ്യാണ്. ഞങ്ങൾ തരുന്ന ആക്ടിവിറ്റീസ് കാര്യങ്ങളാണെങ്കിൽ അതൊക്കെ എൻജോയ് ചെയ്തല്ലേ ചെയ്യുന്നത്, അല്ലാതെ ഈ ഒരു സർട്ടിഫിക്കറ്റിന് വേണ്ടി മാത്രമല്ലല്ലോ നമ്മളത് ചെയ്യുന്നത്. നിങ്ങളുടെ ഉള്ളിൽ നിന്നുള്ള ഒരു പ്രേരണയാണ്. എനിക്ക് തോന്നി നിങ്ങൾ അങ്ങനെ പറയുള്ളൂ, കാരണം നമ്മുടെ ഉള്ളിൽ നിന്ന് വരുന്നതാണ്. വർക്ക് ചെയ്ത് അത് കംപ്ലീറ്റ് ചെയ്ത് നമ്മൾ തന്നെ കാണുമ്പോ ഇത്രയും നന്നായിട്ട് എനിക്ക് ചെയ്യാൻ പറ്റുമായിരുന്നോ, വർക്കൊക്കെ നല്ല രീതിയിൽ ചെയ്യാൻ ഇഷ്ടപ്പെട്ട് ചെയ്താലേ അത് കംപ്ലീറ്റ് ആക്കാൻ പറ്റുള്ളൂ. നമ്മൾ മാക്സിമം ഇഷ്ടപ്പെട്ട് ചെയ്യുന്നു. ഓക്കെ, അത് നല്ലൊരു കാര്യമാണ്. നമ്മൾ കഷ്ടപ്പെട്ട് ചെയ്യുന്നതും ഇഷ്ടപ്പെട്ട് ചെയ്യുന്നതും നമ്മൾ രണ്ടുണ്ട്. നമ്മൾ ഏതെങ്കിലും കാര്യമായാലും നമ്മൾ വർക്ക് ചെയ്ത് പറഞ്ഞോടാ, നമ്മുടെ വർക്കുകളൊക്കെ നമ്മൾ പിന്നീട് നോക്കുമ്പോൾ നമുക്ക് ഒരുപാട് സന്തോഷമാണ്. നമ്മൾ എന്തോരം വർക്കുകൾ ചെയ്തിരിക്കുന്നു അല്ലെ, എന്നെ കൊണ്ട് പറ്റൂ അല്ലെ. ഫ്രെയിംസ് ഒക്കെ നിങ്ങൾ ചെയ്യോ? കഷ്ടപ്പെട്ട് ചെയ്താൽ അത് തീരത്തില്ല, ഇഷ്ടപ്പെട്ട് ചെയ്യുന്നത് പെട്ടെന്ന് തീരും. എൻജോയ് ചെയ്ത് ചെയ്യാണെങ്കിൽ ഭയങ്കരമായിട്ട് ഈസി ആയിട്ട് തീരും. ഓക്കെ, അതും ഓക്കെയാണ്. അപ്പൊ കുട്ടികൾ അങ്ങനെയാണ്, അവരെന്താണ് ആ പ്രോസസ് ഓഫ് വർക്ക് ഇഷ്ടപ്പെടാൻ നിങ്ങള് ടീച്ചേഴ്സ് ആക്കി മാറ്റുന്ന ഈ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ എൻജോയ് ചെയ്യുന്നത്. ഫൈനൽ റിസൾട്ട് എന്തോ ആവട്ടെ, പക്ഷേ ഇല്ലേടാ, നമ്മൾ ഈ മോണ്ടിസോറിയുടെ എയിം തന്നെ അങ്ങനെയാണ്, പ്രോസസ് ഓഫ് വർക്കിനെ എൻജോയ് ചെയ്യാണ്. പക്ഷേ നമ്മൾ ഈ ഒരു കോഴ്സ് ഒക്കെ കഴിഞ്ഞിട്ട് ചില കുട്ടികൾ ടോപ്പർ ആയില്ല എന്ന് പറഞ്ഞ് വിഷമിക്കുന്നവർ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പൊ ഞാൻ ആലോചിക്കാറുണ്ട്, ചിലപ്പോ 1 മാർക്കിനായിരിക്കും ടോപ്പർ ആവാത്തത്. ശരിക്കും ആ കുട്ടി ഒരിക്കലും ടോപ്പർ ആവാൻ പാടില്ല. കാരണം എന്താണ്, നമ്മളുടെ ഈ ഒരു മെത്തേഡ്
ഉള്ളിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ ഈ ഒരു കോമ്പറ്റീഷൻ മൈൻഡ് നമ്മുടെ കുട്ടികളിൽ ഉണ്ടാവില്ല. ടോപ്പറൊക്കെ അതൊന്നും നമ്മളെ സംബന്ധിച്ച് ഒന്നുമല്ല. അല്ല ക്ലാസ് ടോപ്പർ അല്ലെങ്കിൽ ബാച്ച് ടോപ്പർ ഒന്നും ഒന്നുമല്ല. അതെല്ലാം നമ്മൾ ഈ ഒരു കോഴ്സിന്റെ ഭാഗമാണ്. അല്ലാതെ മാർക്ക് സ്കോർ ചെയ്യുക. ഞങ്ങളുടെ ബാച്ചിൽ അങ്ങനത്തെ മത്സരം ഒന്നും ഉണ്ടാവില്ല. ഞങ്ങളെല്ലാവരും അങ്ങനെ ഒത്തൊരുമയിൽ ഇങ്ങനെ മുന്നോട്ട് പോകുന്നതാ. ഞങ്ങൾക്ക് അങ്ങനത്തെ അവർക്ക് മാർക്ക് കിട്ടി അങ്ങനെയൊന്നും ഞങ്ങളാരും പറയുന്ന തോന്നുന്നു ഇല്ല. അങ്ങനെ പറയില്ല ഒരിക്കലും. തീർച്ചയായിട്ടും അത് എല്ലാ ബാച്ചിനും അല്ല. ചിലപ്പോ ചില കുട്ടികള് അങ്ങനെ ആ ഒരു ഇതിലേക്ക് വന്നിട്ടുണ്ടാവില്ല. അവർ ചിലപ്പോ മാർക്ക് കുറയുമ്പോ മോണ്ടിസോറിന്ന് തന്നെ ആവണം എന്നല്ലാട്ടോ ഞാൻ ഈ പറഞ്ഞത്. ഞാൻ കേട്ടിട്ടുണ്ട് ഇങ്ങനെ കുട്ടികള് കോമ്പറ്റീഷനും കാര്യങ്ങളൊക്കെ വരുന്നൊരു മാർക്ക് കുറഞ്ഞു പോയി, ഞാൻ ടോപ്പർ ആയില്ല എന്ന് പറഞ്ഞിട്ട് ബെസ്റ്റ് പെർഫോമർ ആയില്ല എന്നൊക്കെ പറഞ്ഞിട്ട് വരുന്നത്. സോ അത് എനിക്കത് ആലോചിക്കുമ്പോൾ വിഷമം തോന്നും. കാരണം അവർ നല്ല രീതിയിൽ വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് അവരുടെ ആ ഫൈനൽ റിസൾട്ടിലുണ്ട് അല്ലെ. നമ്മൾ എന്തോരം എഫേർട്ട് എടുത്താലും നമ്മളുടെ റിസൾട്ട് വന്നിട്ടുണ്ട്. പിന്നെ നമ്മൾ ആ ഒരു നിമിഷം നമ്മൾ ചിന്തിച്ചാൽ മതി, നമ്മൾ ഈ ഒരു ഇതിലേക്ക് എത്താൻ വേണ്ടി എന്തെല്ലാം കാര്യങ്ങൾ നമ്മൾ എൻജോയ് ചെയ്തിട്ടുണ്ട്, നമ്മൾ എത്ര ടൈം സ്പെൻഡ് ചെയ്തിട്ടുണ്ട്, ഒരു ഹാപ്പിനെസ് നമുക്ക് കിട്ടും. നമ്മളുടെ എല്ലാവരും ഓരോരുത്തരും എടുക്കുന്ന എഫേർട്ടിനനുസരിച്ച് അവർക്ക് അതിൻ്റെതായ ഒരു ഫലവും കാര്യങ്ങളും കിട്ടും. അപ്പൊ നിങ്ങൾ എല്ലാവരും കുട്ടികളാണെന്ന് പറയുന്നു. ഓക്കെ, നിങ്ങൾക്ക് ഓരോ വർക്ക് ചെയ്യുന്ന പ്രോസസ്സ് അത്രയും ഇഷ്ടമാണ്. ഓക്കെ, ഞാൻ എന്താ പറയുക, ഒരു അഡൾട്ട് ആണ് കേട്ടോ. സോ എന്നെ സംബന്ധിച്ച് മോർ ഇൻട്രസ്റ്റഡ് ഇൻ റിസൾട്ട് ആണ്. ഓക്കെ, എന്താണ് കൂടുതലായിട്ട് ഞാൻ ഫോക്കസ് ചെയ്യുന്നതാണ് ഒരു റിസൾട്ട് ഓറിയന്റഡ് ആണ്. ഒരു കമ്പാരിസന് വേണ്ടിയിട്ട് പറയുന്നത് കേട്ടോ, അങ്ങനെയൊന്നല്ല. ഓക്കെ, അപ്പോ അഡൽട്സ് എപ്പോഴും ഫോക്കസ് ചെയ്യുന്നത് എന്താണ്, ആ റിസൾട്ട് ആണ്, ഫൈനൽ റിസൾട്ടിലേക്ക് ഫോക്കസ് ചെയ്യണം. ജസ്റ്റ് ഒരു എക്സാമ്പിൾ, നിങ്ങൾ 10th പാസ് ഔട്ട് ആയ കുട്ടീനോട് ചോദിക്കാം എത്ര A+ ഉണ്ട് അല്ലെ, ചോദിക്കൂലേ എത്ര A+ ഉണ്ട്, റിസൾട്ടിനെ കുറിച്ചിട്ട് അവർ ഫോക്കസ് ചെയ്യുന്നേ. അപ്പോ നോർമലി അതാണ്, അഡൽട്സ് അങ്ങനെയാണ്. ചൈൽഡ് പക്ഷെ ആ ഒരു വർക്ക് ചെയ്യുന്നത് നല്ല രീതിയിൽ എൻജോയ് ചെയ്ത് നല്ല ഹാപ്പിനെസ്സോട് കൂടി ആ വർക്ക് എൻജോയ് ചെയ്തായിരിക്കും ചെയ്യുന്നത്. അഡൽട്ട് കൂടുതൽ ഇൻട്രസ്റ്റ് ചെയ്യുന്നത് ആ റിസൾട്ടിനെ ആയിരിക്കും. ചൈൽഡ് ഫോളോ ആസ് എ ലോ മാക്സിമം എഫേർട്ട്. കുട്ടികളെ എല്ലാ കാര്യവും കുട്ടികൾ തന്നെയായിരിക്കും ചെയ്യുന്നത്. എന്നുവെച്ചാൽ അവർ സ്വയം പതിയെ ഓരോന്നും കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ പതിയെ ഓരോ കാര്യങ്ങൾ ചെയ്യാണ്. ടു ഗ്രോ ഹി മസ്റ്റ് ഡു ഹിംസെൽഫ്. ആദ്യം കുട്ടികൾക്ക് ഈ ഒരു കാര്യം ചെയ്യാനുള്ള ഒരു ഇൻട്രസ്റ്റും കാര്യങ്ങളൊക്കെ കുറവായിരിക്കും അല്ലെ. നമ്മുടെ കുട്ടിയായാലും ലോ മാക്സിമം എഫേർട്ടാ കാണിക്കുക. ഇതിൽ വർക്ക് ചെയ്യുമ്പോ അമ്മ ചെയ്തത് നമ്മൾ അവര് ഡിപ്പെൻഡ് ആണ്, ശരിയാണ്. 3 years വരെയൊക്കെ അവർ ഡിപ്പെൻഡ് ആണ് നമ്മൾ, അത് ഓക്കെയാണ്. പക്ഷെ അവർ ഗ്രോ ചെയ്യുന്നതിനനുസരിച്ച് നമ്മൾ അവരിൽ മാറ്റം വരുത്തേണ്ടതാണ് അല്ലെ. ചെറിയ ചെറിയ ആക്ടിവിറ്റീസ് നമുക്ക് അവരിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യാം. ജസ്റ്റ് എന്താണ്, ഒരു ചിലപ്പോൾ ഒരു ഗ്ലാസ് വെള്ളം എടുത്ത് കുടിക്കാനാണെങ്കിൽ അവരോട് പറയുന്നത് വെള്ളം ഇരിക്കണം കുടിക്കാൻ പറയാം. അല്ലെങ്കിൽ അവരുടെ ക്ലോത്ത് നമ്മളിങ്ങനെ എന്ത് ചെയ്യുന്നത്, റോൾ ചെയ്ത് വെക്കാനോ അല്ലെങ്കിൽ ബെഡ്ഷീറ്റ് വിരിക്കുമ്പോഴോ, അങ്ങനെ ചെറിയ ചെറിയ ടാസ്കുകൾ നമ്മൾ അവരെ എന്ത് ചെയ്യാം, ചെറുതായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്ത് അവർ ഇൻഡിപെൻഡന്റ് ആക്കുകയാണ് നമ്മൾ ചെയ്യേണ്ടത്. എന്നുവെച്ചാൽ ആദ്യം അവർക്ക് കാര്യങ്ങളൊന്നും അറിയില്ല, ലോ മാക്സിമം എഫേർട്ട് കാര്യങ്ങളൊക്കെ ആയിരിക്കും. പക്ഷെ ഗ്രോ ചെയ്യുന്നതിനനുസരിച്ച് നമ്മൾ അവരെ എന്ത് ചെയ്യണം, ഓരോ കാര്യങ്ങൾ ഇൻട്രൊഡ്യൂസ് ചെയ്യണം. അല്ലെങ്കിൽ അവരുടെ ഡെവലപ്മെന്റ് എങ്ങനെയാവും, അറസ്റ്റഡ് ആവും. അവർക്ക് പ്രോപ്പർ ആയിട്ട് ഡെവലപ്പ് ചെയ്യാനായിട്ട് പറ്റില്ല, ഇൻഡിപെൻഡന്റ് ആവാനായിട്ട് പറ്റില്ല. നമ്മൾ മോണ്ടിസോറി എൻവയോൺമെന്റിൽ കുട്ടികൾക്ക് കൂടുതൽ ഫ്രീഡം കൊടുക്കണം. ഓരോ കാര്യങ്ങളും അവർക്ക് സ്വയം ചെയ്യാനുള്ള ഫ്രീഡം കൊടുക്കണം. ഇനി നിങ്ങൾ ടീച്ചിങ് പ്രാക്ടീസിന് പോകുന്ന സമയത്ത് ചിലപ്പോൾ കുട്ടികൾ നമ്മളോട് പറയും കഴിക്കാൻ വാരി തരോ അല്ലെങ്കിൽ ഫുഡ് കഴിപ്പിച്ചു തരോ എന്നൊക്കെ ചോദിക്കും. അപ്പൊ നമ്മളത് കഴിപ്പിച്ചു തരല്ല, അന്ന് വാങ്ങുന്നു നമുക്ക് കഴിച്ചു നോക്കാന്ന് പറഞ്ഞിട്ട് അവരുടെ ഒപ്പം ഇരുന്ന് അവരോട് പറയാതെ കുറച്ച് കഴിക്കുക എന്ന് പറഞ്ഞ് അവരെ കൊണ്ട് തന്നെ പതിയെ ചെയ്യിക്കാം. ചില കുട്ടികൾ വീട്ടില് ഫുഡ് പോലും എന്താണ് കൈ കൊണ്ട് പോലും കഴിക്കാത്ത കുട്ടികളുണ്ടാവും. പക്ഷെ അപ്പൊ നമ്മളുടെ അടുത്തേക്ക് അവർ വരുമ്പോ അവർ നമ്മൾ കുറച്ചും കൂടി നല്ല രീതിയിൽ കെയർ ചെയ്യണം. അവർ ഇൻഡിപെൻഡന്റ് ആക്കേണ്ട ഉത്തരവാദിത്തം ആർക്കാണ്, നമുക്കാണ്. ചിലപ്പോ അവർക്ക് വീട്ടിൽ ഫുൾ അമ്മമാര് ചിലപ്പോ നമ്മളെ പോലെ മോണ്ടിസോറി കോഴ്സൊന്നും പഠിച്ചിട്ടുണ്ടാവില്ല. അപ്പോ അവർക്ക് അറിയില്ല, അവരെ സ്നേഹവും അല്ലെങ്കിൽ അഫെക്ഷനും കാര്യങ്ങളും കാണിക്കുന്നതിന്റെ ഭാഗമായിട്ടായിരിക്കും ഫുഡും കാര്യങ്ങളും എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കും. ചില അമ്മമാർ അങ്ങനെയാണല്ലേ, കുട്ടിക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കും. പക്ഷെ അമ്മമാർക്ക് അറിയില്ല കുട്ടിയുടെ ഡെവലപ്മെന്റിനെ അത് അറസ്റ്റ് ചെയ്യാണ് എന്നുള്ളത് അവർക്ക് അറിയില്ല. ടു ഗ്രോ ഹി മസ്റ്റ് ഡു ഹിംസെൽഫ്. കുട്ടി വലുതാവുന്നതിനനുസരിച്ച്
കുട്ടിക്ക് കുട്ടിയുടേതായ കാര്യങ്ങൾ ചെയ്യേണ്ടതായിട്ട് വരും. ആൻഡ് നോ വൺ ക്യാൻ ഡു ഇറ്റ് ഫോർ ഹിം. അവർ മനസ്സിലാവും വേറെ ആരും എനിക്ക് കാര്യങ്ങളൊന്നും ചെയ്തു തരാനായിട്ട് ഇല്ല എന്ന് അവർ മനസ്സിലാവും. ഇൻ ഫാക്ട് എവറി അസിസ്റ്റന്റ് ഗിവൺ ടു ദ ചൈൽഡ്. ശരിക്കും പറഞ്ഞ ഫാക്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, കുട്ടികൾക്ക് കൊടുക്കുന്ന ഈ ചെറിയ അസിസ്റ്റൻസ് പോലും അറസ്റ്റഡ് ദ ഡെവലപ്മെന്റ്, കുട്ടിയുടെ ഡെവലപ്മെന്റിന് എന്ത് ചെയ്യാണ്, അറസ്റ്റ് ചെയ്യുകയാണ്. The rhyme of the child work is different from that of the adult. നമ്മൾ വർക്ക് ചെയ്യുന്നതിന്റെ റൈം എന്താണ് അഡൽട്ടിൽ നിന്ന് entirely different ആണ്. Okay, a child of about 3.5 years who wants to work with 10 cubes of paint tower, Eric would make 10 separate trips all across the room. The adult would not never act in that way. The child, okay, എന്ന് പറയുന്നത് ഇപ്പൊ നമ്മൾ പിങ്ക് ടവർ കണ്ടില്ലേ, പിങ്ക് ടവർ കാണിച്ചിരുന്നില്ലേ? അപ്പോ ഈ പിങ്ക് ടവറിന്റെ പല പീസും പല ഒരു റൂമിൽ പല സ്ഥലത്തൊക്കെ വെച്ചിട്ട് വർക്ക് ചെയ്യുന്നത് കുട്ടികൾ മാത്രമായിരിക്കും. പക്ഷെ മുതിർന്നവർ അങ്ങനെ വർക്ക് ചെയ്യില്ല. നോർമലി ഞാനും അതെ, ഞാൻ പിങ്ക് ടവറിന് നിങ്ങളെ ഡെമോൺസ്ട്രേറ്റ് ചെയ്യിക്കുകയാണെങ്കിലും അല്ലെങ്കിൽ ഞാൻ ചെയ്ത് നോക്കുകയാണെങ്കിലും ഞാൻ കാണിച്ചതില്ല, നേരെ ആ സ്ട്രെയിറ്റ് ആയിട്ടുള്ള രീതിയിൽ മാത്രമായിരിക്കും ഞാനാണെങ്കിലും വർക്ക് ചെയ്യുള്ളൂ. ഇതേപോലെ ആയിരിക്കും ചെയ്യാം. അല്ലെങ്കിൽ ജസ്റ്റ് ഒരു സൈഡ് മാത്രം ഇങ്ങനെ സെപ്പറേറ്റ് ആയിട്ടൊക്കെ വെക്കും, കുറച്ച് നീക്കി വെച്ചിട്ടുണ്ടെങ്കിൽ ആ സ്ലോപ്പും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാനൊക്കെ പറ്റുന്ന രീതിയിലൊക്കെ ആയിരിക്കും വെക്കുന്നത്. പക്ഷെ കുട്ടികൾ അങ്ങനെയല്ല വർക്ക് ചെയ്യുന്നത്, അല്ലെ? കുട്ടികളുടെ ഇത് കാണിച്ചു തന്നാലും നിങ്ങൾക്ക് കുട്ടികളെ എൻറ്റയർലി ഡിഫറെന്റ് ആയിട്ടുള്ള രീതിയിൽ ഡിഫറെന്റ് ഷേപ്സ്, ഇതൊക്കെ കുട്ടികൾ ഓരോരുത്തർ ചെയ്യുന്ന രീതികളാണ് കാണുന്നത്. അപ്പൊ എൻറ്റയർലി ഡിഫറെന്റ് ആയിട്ടുള്ള രീതി ഞാനിപ്പോ പറഞ്ഞ ആക്ടിവിറ്റി ഇതാണ്, പല ഷേപ്സ് പല ക്യൂബും പല ഏരിയയിൽ വെക്കുന്നത് പോലെ. അപ്പൊ ഇങ്ങനെയൊക്കെ നമ്മൾ ചെയ്യൂല, മുതിർന്നവർ എന്തായാലും ചെയ്യില്ല, പക്ഷെ കുട്ടികൾ അത് എൻജോയ് ചെയ്ത് ചെയ്യുന്നത് കാണാൻ പറ്റും, അല്ലെ? അപ്പൊ നിങ്ങൾ ഒരു പ്രാക്ടിക്കൽ എക്സ്പീരിയൻസിലേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് കൂടുതലായിട്ട് അത് മനസ്സിലാവുള്ളൂ കേട്ടോ. ദ ചൈൽഡ് ഡസ് നോട്ട് ഹാവ് ആസ് വി ഡു ടുവേഴ്സ് ദ എൻഡ്. നമ്മൾ അത് കറക്റ്റ് ആയിട്ട് ചെയ്ത് കാണിക്കുക, ഒരു അതേപോലെ ആയിരിക്കില്ല കുട്ടി ആ വർക്കിനെ അപ്രോച്ച് ചെയ്യുന്നത്. ബൈ ഫോളോയിങ് ഹിസ് റിതം ദ ചൈൽഡ് ഈസ് ഏബിൾ ടു പെർഫെക്റ്റ് ഹിംസെൽഫ്. അവൻ അവൻ്റെതായ വർക്കിന്റെ റിതം എൻജോയ് ചെയ്ത് അത്ര ഹാപ്പിനെസ്സോട് കൂടി ആയിരിക്കും ആ വർക്ക് പെർഫെക്റ്റ് ആയിട്ട് ചെയ്യാനായിട്ട് നോക്കുക. ഓക്കെ, അപ്പോ ഒന്ന് പോയിന്റ്സ് ഒന്ന് വായിച്ചു നോക്കോ? ഹർ ഒബ്സർവേഷൻ അബൌട്ട് അഡൽട്സ് ആൻഡ് ചിൽഡ്രൻസ്. എല്ലാവരും റീഡ് ചെയ്തോ? ബാക്കിയുള്ളവരോ? മനസ്സിലായോ ഒരു കമ്പാരിസൺ, ആ ഒരു ഡിഫറൻസ് അഡൽട്സിന്റെയും കുട്ടികളിലുള്ള? ഇനി ചെറിയ ഡിഫറൻസ് സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ട് കേട്ടോ നമ്മുടെ ടെസ്റ്റില്, പറഞ്ഞുതരാം കേട്ടോ. വായിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും, നോക്കാം.
Dr. Maria Montessori formally announced that child must pose within his predetermined pattern of psychic unfolding. എന്താണ് സൈക്കിക് അൺഫോൾഡിംഗ് എന്നാണ് അവിടെ എന്താ കിടക്കുന്നത്? സൈക്കിക് അൺഫോൾഡിംഗ് ആക്കാം. വേടിന് പകരം ഇത് തന്നെ കാണാൻ പറ്റുന്നത്. ഇത് സൈക്കിക് അൺഫോൾഡിംഗ് ആക്കാം കേട്ടോ. ചേഞ്ച് ചെയ്യാനോ? ചേഞ്ച് ചെയ്ത് എല്ലാവരും. വിച്ച് ഈസ് നോട്ട് ഒബിയസ് അറ്റ് ബർത്ത്. കുട്ടികളിൽ ഈ ഒരു സൈക്കിക് ഡെവലപ്മെന്റ് ചെറുപ്പത്തിലേ ഉണ്ടോ? അറ്റ് ബർത്തിന്റെ ടൈമിൽ കുട്ടികളിൽ സൈക്കിക് ഡെവലപ്മെന്റ് ഉണ്ടോ? ബർത്തില് കാണില്ലല്ലോ മിസ്സേ. ഇല്ല, അതാണ് അവിടെ പറയുന്നത്. നോട്ട് ഒബിയസ് അറ്റ് ബർത്ത്. കുട്ടികളിൽ സൈക്കിക് ഡെവലപ്മെന്റ് ഇല്ല. പക്ഷെ അവൻ അവന്റെ എൻവയോൺമെന്റ് ആയിട്ട് മിങ്കിൾ ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് അവന്റെ ഈ ഒരു സൈക്കിക് ഡെവലപ്മെന്റ് പതിയെ സംഭവിക്കുകയാണ് ചെയ്യുന്നത്. ഷീ റെഫേർഡ് ടു ദം ആസ് എ സ്പിരിച്വൽ എംബ്രിയോ. എംബ്രിയോ എന്താണ്? ഭ്രൂണാവസ്ഥ അല്ലെ. ഒരു കുട്ടി ജനിക്കുമ്പോൾ സ്പിരിച്വൽ എംബ്രിയോന്റെ അവസ്ഥയിലാണ് ആ കുട്ടി. ഒരു എംബ്രിയോ സ്റ്റേജ് ആണ് അവന്റെ മൈൻഡ് എന്ന് പറയുന്നത്. മോണ്ടിസോറി വാസ് ദ വ്യൂ ദാറ്റ് ഫോർ ദ psychic pattern to reveal itself, two conditions must be satisfied. നമ്മൾ ഈ കുട്ടികളിൽ ഈ ഒരു സൈക്കിക് പാറ്റേൺ റിവീൽ ആവാൻ വേണ്ടിയിട്ട് രണ്ട് കണ്ടീഷനാണ് ഒബ്വിയസ്ലി നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ഫോളോ ചെയ്യേണ്ടത്, സാറ്റിസ്ഫൈ ചെയ്യേണ്ടത്. The first, the environment to understand or come to terms with the limit of his universe. അവന് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന ആ ഒരു എൻവയോൺമെന്റ്, അവന് എത്ര നല്ല രീതിയിൽ ആ ഒരു എൻവയോൺമെന്റ് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുന്നുണ്ട്, ആ എൻവയോൺമെന്റിനെ കുറിച്ച് അവന് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് എന്നത് വളരെ വ്യക്തമായിട്ട് കുട്ടികൾക്ക് മനസ്സിലാക്കും. സെക്കൻഡ്, he need freedom to disclose himself. അവന് എന്താണ്? ഫ്രീഡം വേണം, ഇൻഡിപെൻഡന്റ് ആയിരിക്കണം. അവന് അവരുടേതായ കാര്യങ്ങൾ ചെയ്യാനും ഓരോ വർക്കും കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് ഇൻഡിപെൻഡന്റ് ആവാണ് വേണ്ടത്. ഫ്രീഡം കൊടുക്കണം. ഇനി നമ്മൾ കൊടുക്കുന്ന എൻവയോൺമെന്റ്, നമ്മുടെ മോണ്ടിസോറി എൻവയോൺമെന്റിൽ പ്രത്യേകതയുണ്ട്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ മോണ്ടിസോറി എൻവയോൺമെന്റ് എന്ന് പറയുന്നത് നമ്മളുടെ വേൾഡിന്റെ തന്നെ ഒരു മിനിയേച്ചർ ആണ്. നമ്മുടെ മോണ്ടിസോറി എൻവയോൺമെന്റ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് ശ്രമിച്ചിരിക്കുന്നത്. എങ്ങനെയാണോ നമ്മുടെ യൂണിവേഴ്സ് ഉള്ളത്, നമ്മുടെ ഔട്ട്സൈഡ് വേൾഡ് ഉള്ളത്, അതിന്റെ ഒരു മിനിയേച്ചർ ആണ് മോണ്ടിസോറി എൻവയോൺമെന്റ് എന്ന് പറയുന്നത്. മിസ്സേ, ഞാനൊരു ഡൗട്ട് ചോദിച്ചോട്ടെ മിസ്സേ. നമ്മുടെ മോണ്ടിസോറി മെത്തേഡില് UKG ഉണ്ട്, LKG ഉണ്ട്, സെക്ഷൻസ് ഉണ്ടല്ലോ. അവിടെ നമ്മൾ എങ്ങനെയായിരിക്കും എക്സാം ഒക്കെ കണ്ടക്ട് ചെയ്യുക? എനിക്കൊരു സംശയം തോന്നിയതാണ്. ഓക്കെ, നമ്മള് മോണ്ടിസോറി മെത്തേഡ് ആണ്, അല്ലെങ്കിൽ സാധാരണ നോർമൽ ആണെങ്കിൽ സാധാരണ രീതിയിൽ അവർക്ക് എക്സാമും കാര്യങ്ങളൊക്കെ ഉണ്ട്. മോണ്ടിസോറി മെത്തേഡിൽ ഓരോ ലെവൽസ് ആണ് അവര് ഒരു വർക്ക് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ആയിരിക്കും നോക്കുന്നത് കേട്ടോ. ഓക്കെ, നമ്മളുടെ ഗ്രേഡിംഗ് സിസ്റ്റം തന്നെ വ്യത്യാസമുണ്ട്. KG സെഷൻസ് അവിടെ ഇല്ല, KG സെഷൻ എന്ന് പറയില്ല. നമ്മളിപ്പോ LKG, UKG, PKG എന്ന് പറയുന്നത് അത് നമ്മുടെ നോർമൽ ആയിട്ടുള്ള ട്രഡീഷണൽ മെത്തേഡിലുള്ളതാണ്. മോണ്ടിസോറി മെത്തേഡിൽ അങ്ങനെ ഇല്ല, അങ്ങനെ ഉണ്ടാവില്ല. ഓക്കേടാ, ആ ഒരു ഡിഫറൻസ് ഉണ്ട് കേട്ടോ. അവർ പറയുന്ന പേരും വേറെ വ്യത്യാസം ഉണ്ടാവും. ഒരു സ്കൂളുകൾ ഫോളോ ചെയ്യുന്ന പേരുണ്ടാവും, അല്ലെങ്കിൽ അവർ പറയുന്ന പേരുകളിൽ വ്യത്യാസമുണ്ട്. KG സെഷൻ ആയിട്ട് അങ്ങനെ പറയാറില്ല. പിന്നെ നമ്മൾ നോക്കാറുണ്ട്, ഇപ്പൊ ഫസ്റ്റ് സ്റ്റാൻഡേർഡിലേക്ക് പോകുന്ന കുട്ടികൾക്ക് കുറച്ചും കൂടി കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യാറുണ്ട്. മിസ്സേ, ഇത് നമ്മള് എത്ര ക്ലാസ്സസ് ഉണ്ടാവും മിസ്സേ? ഇത് മോണ്ടിസോറി മെത്തേഡ് എത്ര ക്ലാസ് വരെ ഉണ്ടാവും? 3 to 6 years വരെയാണ് ഉള്ളത്. ഓക്കെ, 3 to 6 years വരെയാണ് നമ്മൾ കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യുന്നത്. ഓക്കെ, നമ്മൾ കുട്ടികൾക്ക് എന്താണ് പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു എൻവയോൺമെന്റ് പ്രൊവൈഡ് ചെയ്യണം. ഒരു ചുറ്റുപാടും കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു എൻവയോൺമെന്റ് നമ്മൾ ക്രിയേറ്റ് ചെയ്യണം. ആൻഡ് സെക്കൻഡ്, ഫ്രീഡം. നമ്മൾ ആ കുട്ടിക്ക് ആ ഒരു എൻവയോൺമെന്റ് വർക്ക് ചെയ്യാനുള്ള ഫുൾ ഫ്രീഡം നമ്മൾ അവർക്ക് പ്രൊവൈഡ് ചെയ്യണം. ഇഫ് ദീസ് ടു കണ്ടീഷൻ ആർ ആബ്സെന്റ്, ഈ രണ്ട് കണ്ടീഷനും ആബ്സെന്റ് ആണെങ്കിൽ the psychic life of the child will not reach its potential and his personality will be restrained. അവന് ആ ഒരു സൈക്കിക് ലൈഫ് അച്ചീവ് ചെയ്യാനായിട്ട് പറ്റില്ല. ഓരോ കുട്ടിക്ക് നമ്മൾ പറയും ആ കുട്ടി ആ ഒരു ഇതിലേക്ക് വന്നിട്ടില്ല, ഡെവലപ്ഡ് ആയിട്ടില്ല, ആ ഒരു പൊട്ടൻഷ്യലിലേക്ക് എത്തിച്ചേരാനായിട്ട് പറ്റില്ല. അതേപോലെ തന്നെ അവന്റെ പേഴ്സണാലിറ്റി,
അവന്റെ പേഴ്സണാലിറ്റി എങ്ങനെയായിരിക്കും, റിട്രെയിൻഡ് ആവാനുള്ള ചാൻസ് ഉണ്ട്, മന്ദഗതിയിൽ ആവാനായിട്ടുള്ള ചാൻസ്. Believe that the child has real constructive energy and unrecognized intellectual power. മോണ്ടിസോറി പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു കുട്ടിയെ സംബന്ധിച്ച്, 3 വയസ്സുള്ള ഒരു കുട്ടിനെ സംബന്ധിച്ച് അവരുടെ ഉള്ളില് ആ ഒരു റിയൽ കൺസ്ട്രക്റ്റീവ് എനർജി അവരുടെ ഉള്ളിൽ ഒളിഞ്ഞടക്കുന്നുണ്ട്. അൺറെക്കഗ്നൈസ്ഡ് ഇന്റലക്ച്വൽ പവർ, ഓരോ കുട്ടിക്കും അവന്റേതായ ഇന്റലക്ച്വൽ പവർ ഉണ്ട്. അത് നമ്മൾ എന്ത് ചെയ്യാണ്, പോളിഷ് ചെയ്ത് എടുക്കുകയാണ് ചെയ്യുന്നത്. Montessori emphasized that the need to use this energy to generate a new world for humanity. അപ്പോൾ മോണ്ടിസോറി ബിലീവ് ചെയ്യുന്നത് ഈ കുട്ടികളിലൂടെ നമുക്കൊരു ന്യൂ വേൾഡ് ക്രിയേറ്റ് ചെയ്യാം ഫോർ ഹ്യൂമാനിറ്റി. ഒരു നല്ലൊരു ഹ്യൂമാനിറ്റിക്ക് വേണ്ടിയിട്ടുള്ള നല്ല ഐക്യം, പീസ്ഫുൾ ആയിട്ടുള്ള ഒരു ന്യൂ വേൾഡ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും എന്നാണ് മോണ്ടിസോറി ബിലീവ് ചെയ്യുന്നത്. അപ്പോ നിങ്ങൾക്ക് ഇതെങ്ങനെയാണെന്നുള്ളത് മോണ്ടിസോറി ഒബ്സർവേഷൻസ് വരുന്നുണ്ട്. അതുകൂടി കഴിഞ്ഞാലായിരിക്കും നിങ്ങൾക്ക് കുറച്ചുകൂടി നന്നായിട്ട് മനസ്സിലാകുന്നത് കേട്ടോ. അപ്പോ മോണ്ടിസോറി പറയുന്നത് ഒരു കുട്ടി ജനിക്കുമ്പോൾ അവനിൽ സൈക്കിക് ഡെവലപ്മെന്റ് സംഭവിക്കുന്നില്ല, അല്ല, അവന് പൂർണ്ണമായിട്ടും സൈക്കിക് ഡെവലപ്മെന്റ് ഇല്ല. പിന്നീട് അവൻ അവന്റെ എൻവയോൺമെന്റ് ആയിട്ട് കോണ്ടാക്ട് വരുന്നതിലൂടെ, അവൻ അവന്റെ ചുറ്റുപാടും എക്സ്പ്ലോർ ചെയ്യുന്നതിലൂടെ അവനില് ആ ഒരു മാറ്റം, സൈക്കിക് ഡെവലപ്മെന്റ് പതിയെ സംഭവിക്കുകയാണ്. ഒരു കുട്ടിക്ക് സൈക്കിക് ഡെവലപ്മെന്റ് സംഭവിക്കുന്നുണ്ടെങ്കിൽ 2 കാര്യം നമ്മൾ പ്രൊവൈഡ് ചെയ്യണം. ഒരു പ്രോപ്പർ ആയിട്ടുള്ള എൻവയോൺമെന്റ് ഫോർ സെൽഫ് കൺസ്ട്രക്ഷൻ, അവന് വളരാൻ ആവശ്യമായിട്ടുള്ള ഒരു എൻവയോൺമെന്റ് പ്രൊവൈഡ് ചെയ്യണം. സെക്കൻഡ് വണ്ണാണ് ഫ്രീഡം ടു ഡിസ്ക്ലോസ് ഹിംസെൽഫ്. അവൻ അവന്റേതായ കാര്യങ്ങൾ ഡിസ്ക്ലോസ് ചെയ്യാനുള്ള ഫ്രീഡവും നമ്മൾ പ്രൊവൈഡ് ചെയ്യണം. അപ്പൊ മോണ്ടിസോറി ബിലീവ് ചെയ്യുന്നത് കുട്ടികളിൽ ഇങ്ങനെ നമ്മള് ഫ്രീഡവും അതേപോലെ തന്നെ നല്ലൊരു പ്രോപ്പർ ആയിട്ടുള്ള എൻവയോൺമെന്റിലൂടെ വളർന്നു വരുന്ന കുട്ടികളിലൂടെ നമുക്കൊരു ന്യൂ വേൾഡ് ഫോർ ഹ്യൂമാനിറ്റി ഡെവലപ്പ് ചെയ്യാൻ പറ്റുമെന്ന് മോണ്ടിസോറി ബിലീവ് ചെയ്യുന്നു. ഓക്കെ, ഒന്ന് റീഡ് ചെയ്ത് നോക്കോ. ആ ഫിസിക്സ് എന്നുള്ളത് മാറ്റിയിട്ട് സൈക്കിക് ആക്കണം കേട്ടോ. എല്ലാവരും റീഡ് ചെയ്തോ?
ഓക്കെ. ഇനി നമ്മള് മോണ്ടിസോറി മെത്തേഡിലേക്ക് അല്ലെങ്കിൽ മോണ്ടിസോറി ഫസ്റ്റ് സ്കൂൾ സ്റ്റാർട്ട് ചെയ്തതിനെ കുറിച്ചിട്ടൊക്കെയാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. കുറച്ച് മിസ്റ്റേക്ക് ഉണ്ട്, അത് ഞാൻ പറഞ്ഞു തരാം. അത് എഡിറ്റ് ചെയ്യണം കേട്ടോ. എന്ന് പറയാൻ കാരണം ജസ്റ്റ് വേർഡ്സിൽ വരുന്ന മാറ്റങ്ങളൊക്കെയാണ് കേട്ടോ. വലിയ മിസ്റ്റേക്കും കാര്യങ്ങൾ വരുന്നത്. Maria Montessori was requested by a building society to contract a daycare center for some slums children at a place called San Lorenzo. San Lorenzoയിൽ കുറച്ച് സ്ലംസ് ഏരിയയിലുള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഒരു ഡേ കെയർ സെന്റർ സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു ബിൽഡിംഗ് സൊസൈറ്റി മോണ്ടിസോറിനോട് റിക്വസ്റ്റ് ചെയ്തു. അതിന്റെ ഭാഗമായിട്ട് ആ ഒരു പ്ലേസ് വിസിറ്റ് ചെയ്തപ്പോൾ മോണ്ടിസോറിയുടെ ശ്രദ്ധയിൽ പെട്ടത് ഒരുപാട് കുട്ടികൾ ഈ 3 to 6 ഇയേഴ്സിന് ഇടയിലുള്ള ഒരുപാട് കുട്ടികൾ അവിടെ ഒന്നും ചെയ്യാതെ അവരുടെ ആ ഒരു ടൈം പീരീഡ് വെറുതെ ഒന്നും ചെയ്യാതെ ടൈം സ്പെൻഡ് ചെയ്യുന്നത് മോണ്ടിസോറിയുടെ ശ്രദ്ധയിൽപ്പെട്ടു. സോ ഈ കുട്ടികളിൽ നമുക്ക് ആദ്യം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ, കുറച്ച് മാനസിക വെല്ലുവിളി നേരിടുന്ന കുട്ടികളിൽ മാത്രമായിരുന്നു ഈ ഒരു മെത്തേഡ് അപ്ലൈ ചെയ്തിരുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്തുകൊണ്ട് നമുക്ക് ഈ ഒരു കുട്ടികളിൽ നമുക്ക് ഈ മെത്തേഡ് ഒന്ന് എന്ത് ചെയ്ത് നോക്കാം, അപ്ലൈ ചെയ്ത് നോക്കാം എന്നതിന്റെ ഇതായിട്ടാണ് മോണ്ടിസോറി ഒരു സ്കൂൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. അന്ന് മോണ്ടിസോറി പോയി വിചാരിച്ച് കാണില്ല ആ ഒരു സ്കൂള് ആയിരിക്കും പിന്നീട് ഇത്രയും ചെയിൻ ഓഫ് സ്കൂൾസിന്റെ ഒക്കെ ഒരു എന്താ പറയാ ഒരു ബേസ് എന്ന് പറയുന്നത്. അവിടെ നിന്ന് മോണ്ടിസോറി ഒരുപാട് കാര്യങ്ങൾ ഒബ്സർവ് ചെയ്തു. ഈ നമ്മുടെ ഒരു മോണ്ടിസോറി മെത്തേഡ് ഫോളോ ചെയ്യുന്നത് മോണ്ടിസോറി കാസാ ദി ബാബിനി എന്ന് പറയുന്ന സ്കൂളില് മോണ്ടിസോറിക്ക് വന്ന ഒബ്സർവേഷൻസിനെയാണ് ഫോളോ ചെയ്യുന്നത്. സാധാരണ ആദ്യം മെത്തേഡ്, അത് കഴിഞ്ഞ ഒബ്സർവേഷൻ, അങ്ങനെയല്ലേ? പക്ഷെ ഇവിടെ ആദ്യം ഒബ്സർവേഷൻസ്, ആ ഒരു മെത്തേഡ് ആ ഒരു ഒബ്സർവേഷനെ ഫോളോ ചെയ്യാണ്. ഈ ഒരു ഒബ്സർവേഷൻസ് ആണ് ഇന്ന് നമ്മളുടെ മോണ്ടിസോറി പ്രിൻസിപ്പിൾസിന്റെ ഒക്കെ ബേസ് എന്ന് പറയുന്നത്. കാസാ ദി ബാബിനിൽ നിന്ന് മോണ്ടിസോറി മനസ്സിലാക്കിയ ഒരുപാട് കാര്യങ്ങൾ ആ കുട്ടികളിൽ നടത്തിയ ഒബ്സർവേഷന്റെ ഫലമാണ് നമ്മൾ ഇന്ന് കാണുന്ന മോണ്ടിസോറി മെത്തേഡ് എന്ന് പറയുന്നത്. അപ്പോ ഈ ഒരു പാരഗ്രാഫ് എന്ന് പറയുന്നത് ഫുൾ എക്സാം റിലേറ്റഡ് ആണെന്ന് പറയുകയാണെങ്കിൽ അത്രയും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പാരഗ്രാഫ് ആണ്. ഓരോ സെന്റൻസിൽ നിന്നും ക്വസ്റ്റ്യൻസ് വരും. ഒരു സെന്റൻസ് ആണെങ്കിൽ പോലും 2 or 3 ക്വസ്റ്റ്യൻസ് ചോദിക്കാവുന്ന രീതിയിലുള്ള ഒരു പോർഷൻ ആണ് എടുക്കാൻ പോകുന്നത്. അത്ര ശ്രദ്ധയോടെ കേൾക്കാം. Maria Montessori was requested by a building society to contract a daycare center for some slums children at a place called San Lorenzo. സാൻ ലൊറൻസോയില് ഉള്ള ഒരു സ്ലംസ് ഏരിയയിലുള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഒരു ഡേ കെയർ സെന്റർ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുമോ എന്ന് മോണ്ടിസോറിയോട് റിക്വസ്റ്റ് ചെയ്തു. സോ ഓൺ ദ ബേസിസ് ഓഫ് ഹർ ഫൈൻഡിങ്സ് മോണ്ടിസോറി സ്റ്റാർട്ടഡ് ദ സ്കൂൾ നെയിംഡ് കാസാ ദി ബാബിനി. അപ്പൊ മോണ്ടിസോറി എന്ത് ചെയ്തു, ഫസ്റ്റ് സ്കൂള് മോണ്ടിസോറി സ്റ്റാർട്ട് ചെയ്തു. സ്കൂളിന് കൊടുത്ത പേരാണ് കാസാ ദി ബാബിനി എന്ന് പറയുന്നത്. 1 minute. കാസാ ദി ബാബിനിയുടെ മീനിങ് നിങ്ങൾ ടെസ്റ്റിൽ കൊടുത്തിട്ടുള്ള മിസ്റ്റേക്ക് ആണ്. അതിൽ പറയുന്നത് ഹൗസ് ഓഫ് ചിൽഡ്രൻസ് എന്നാണ് ശരിക്കുള്ള മീനിങ്. ചിൽഡ്രൻസ് ഹൗസ് എന്നാണ് കേട്ടോ. നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഗൂഗിളിലൊക്കെ നോക്കുകയാണെങ്കിൽ നമുക്ക് കിട്ടുന്നത് കാസാ ദി ബാബിനിയുടെ മീനിങ് എന്ന് പറയുന്നത് ചിൽഡ്രൻസ് ഹൗസ് എന്നാണ്. കണ്ടോ, നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ? ചിൽഡ്രൻസ് ഹൗസ് കാണാൻ പറ്റുന്നുണ്ടോ? ഇല്ല, കാണാം. Casa di Babini or Children's House refers to the first Montessori school established by Maria Montessori in 1907 in Rome, Italy. ഇറ്റലിയില് റോമിൽ ഇറ്റലി എന്ന് പറയുന്ന പ്ലേസില് ശരിക്കും പറഞ്ഞ സാൻ ലൊറൻസോയില് ഫസ്റ്റ് മോണ്ടിസോറി സ്കൂള് എസ്റ്റാബ്ലിഷ് ചെയ്തതാണ്. മോണ്ടിസോറി ആ ഒരു സ്കൂളിന് കൊടുത്ത പേരാണ് കാസാ ദി ബാബിനി ചിൽഡ്രൻസ് ഹൗസ്. അവിടെ ബ്രാക്കറ്റിൽ കൊടുത്തിരിക്കുന്നത് എഡിറ്റ് ചെയ്യണം കേട്ടോ. എഡിറ്റ് ചെയ്തോ എല്ലാവരും? ചിൽഡ്രൻസ് ഹൗസ് എന്നാക്കിയോ? എല്ലാവരും ആക്കിയോ? ഓക്കെ.
where she centered on teaching the students ways to involve their own skills at a place they were set. A principle Montessori called spontaneous self-development. അപ്പോൾ ഇവിടെ കുട്ടികളുടേതായ കാര്യങ്ങൾ, സ്കിൽസും കാര്യങ്ങളും ഓൺ ഡെവലപ്പ് ചെയ്യാനുള്ള ഒരു പ്ലേസ് ആണ് മോണ്ടിസോറി സെറ്റ് ചെയ്യുന്നത്. കാരണം അവർക്ക് വീട്ടിൽ എന്താണോ ലാക്ക് ആയിട്ടുള്ളത്, വീട്ടില് കുട്ടികൾക്ക് ആ ഫ്രീഡം കാര്യങ്ങൾ എക്സ്പ്ലോർ ചെയ്യാനുള്ള ഒരു കാര്യങ്ങളൊന്നും അവർക്ക് ഉണ്ടായിരുന്നില്ല ആ ഒരു ടൈമില്. അപ്പൊ അവർക്ക് എന്താണോ വീട്ടില് ആബ്സെൻസ് ആയിട്ടുള്ളത് ആ ഒരു കാര്യം പ്രൊവൈഡ് ചെയ്യാനാണ് മോണ്ടിസോറി മെയിൻ ആയിട്ട് എയിം ചെയ്യുന്നത്. അതേപോലെ തന്നെ കുട്ടികൾ സ്വയം അവരുടെ സ്കിൽസ് എങ്ങനെ ഡെവലപ്പ് ചെയ്യുന്നു എന്നത് മോണ്ടിസോറി ഒബ്സർവ് ചെയ്തു. ഈ ഒരു പ്രിൻസിപ്പിളിനെ മോണ്ടിസോറി പറയുന്ന പേരാണ് സ്പോണ്ടേനിയസ് സെൽഫ് ഡെവലപ്മെന്റ്. ഇതാണ് സ്പോണ്ടേനിയസ് സെൽഫ് ഡെവലപ്മെന്റ്. അനദർ നെയിം പറയുന്നത് ഓട്ടോ എഡ്യൂക്കേഷൻ ആണ്. സ്വയം ഓരോ കാര്യങ്ങളും എഡ്യൂക്കേഷൻ. കുട്ടികളേതായ രീതിയിൽ ഓരോ കാര്യങ്ങളും ലേൺ ചെയ്യാണ്. ഞങ്ങൾ പിങ്ക് ടവറിന്റെ കാര്യം പറഞ്ഞു. അപ്പൊ പിങ്ക് ടവർ നമ്മളാണെങ്കിൽ ഒരു രീതിയിൽ ലേൺ ചെയ്യണം. കുട്ടികൾക്ക് അത് കൊടുക്കുകയാണെങ്കിൽ അവർ അവരുടേതായ രീതിയിൽ അത് ചെയ്യുന്നത് നമുക്ക് കാണാനായിട്ട് പറ്റും. അവരുടേതായ ഒരു ഇൻട്രസ്റ്റിംഗ് കാര്യങ്ങൾ നമുക്ക് അതിൽ കാണാനായിട്ട് പറ്റും. ദിസ് വാസ് ദ ഫസ്റ്റ് സ്കൂൾ in the chain of schools she started in Italy. ഇറ്റലിയിലും മോണ്ടിസോറി സ്റ്റാർട്ട് ചെയ്ത സ്കൂൾസിന്റെ ഒരു ചെയിനിൽ ഫസ്റ്റ് സ്കൂൾ ആണ് മോണ്ടിസോറി സ്റ്റാർട്ട് ചെയ്ത ഫസ്റ്റ് സ്കൂൾ ആണ് ഇത് Casa di Bambini എന്ന് പറയുന്നത്. ഓക്കെ ഓക്കെ, ആ ഒരു പാരഗ്രാഫ് ഒന്ന് റീഡ് ചെയ്ത് എല്ലാവരും ഒന്ന് റീഡ് ചെയ്ത് നോക്കട്ടോ. വളരെ ഇമ്പോർട്ടന്റ് ആണ്, അതുകൊണ്ടാണ് റീഡ് ചെയ്ത് നോക്കാം. ഓക്കെ, ക്ലിയർ ആണോ ആ ഒരു പാരഗ്രാഫ് എല്ലാവർക്കും? Through experimentation, she defined her method which drew the attention of the whole world. മോണ്ടിസോറി Casa di Bambini കുട്ടികളിൽ ഒരുപാട് എക്സ്പെരിമെന്റ്സ് നടത്തി. എക്സ്പെരിമെന്റ്സ് എന്ന് വെച്ചാൽ ഒബ്സർവേഷൻ ആണ്. കുട്ടികൾ എങ്ങനെയാണ് ഓട്ടോ എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ ഓൺ സ്കിൽസ് ഡെവലപ്പ് ചെയ്യുന്നത്, സ്പോണ്ടേനിയസ് സെൽഫ് ഡെവലപ്മെന്റിനെ കുറിച്ചിട്ടൊക്കെ മോണ്ടിസോറി ആ കുട്ടികളിൽ നിന്ന് നേരിട്ട് മനസ്സിലാക്കുകയാണ് ചെയ്തത്. സോ her method which drew the attention of the whole world. അപ്പൊ ഈ മോണ്ടിസോറി മെറ്റീരിയൽസിലും കാര്യങ്ങളും യൂസ് ചെയ്ത് കുട്ടികളിൽ എനിക്ക് ഡെവലപ്മെന്റ് വരുത്താം എന്നുള്ളത് ലോക ശ്രദ്ധ ആ ഒരു മെത്തേഡിലേക്ക് വന്നു. She was invited worldwide to demonstrate her method, including India. ഇന്ത്യയിൽ വരെ മോണ്ടിസോറി ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഈ ഒരു മെത്തേഡ് ഡെമോൺസ്ട്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. In the end of this leads to establishment of many Montessori schools in different countries all around the world. ഇതിന്റെ ഫലമായിട്ട് നമ്മളെ വേൾഡ് വൈഡ് ആയിട്ട് ഒരുപാട് മോണ്ടിസോറി സ്കൂളുകൾ സ്റ്റാർട്ട് ചെയ്തു. നമ്മൾ ഈ ഒരു മെത്തേഡിനെ കുറിച്ച് നമ്മൾ സംസാരിക്കുന്നത് കാരണം നമ്മുടെ ഡോക്ടർ മരിയ മോണ്ടിസോറി ആണ്. ആ ഒരു മെത്തേഡ് അവിടെ മോണ്ടിസോറിക്ക് Casa di Bambini മനസ്സിലായ ഒരുപാട് എന്താണ് ഒബ്സർവേഷൻസ് അല്ലെങ്കിൽ തിരിച്ചറിവുകളുമാണ് ഈ ഒരു മെത്തേഡ് ഇത്രയും ഫേമസ് ആക്കാനായിട്ട് കാരണമായത്. മോണ്ടിസോറി ഒരുപാട് ബുക്സ് റോട്ട് ചെയ്തിട്ടുണ്ട്. Dr. Maria Montessori wrote number of books on education. Education related ചെയ്യുന്ന ഒരുപാട് ബുക്സ് മോണ്ടിസോറി റൈറ്റ് ചെയ്തിട്ടുണ്ട്. The discovery of child education of new world, the secret of childhood, child training, the child place and education, restriction in education, the Montessori method, the advanced Montessori method,
എക്സെട്ര ആർ സം ഓഫ് ഹർ വർക്ക്സ്. മോണ്ടിസോറിയുടെ ഫേമസ് ആയിട്ടുള്ള ബുക്സ് ആണ് താഴെ പറയുന്നത്. അതില് ദ മോണ്ടിസോറി മെത്തേഡ് അതൊന്ന് അണ്ടർലൈൻ ചെയ്ത് എല്ലാവരും. അതാണ് മോണ്ടിസോറി ആദ്യമായിട്ട് എഴുതിയ ബുക്ക്. ദ മോണ്ടിസോറി മെത്തേഡ് ആണ് ഫസ്റ്റ് ബുക്ക് റിട്ടൺ ബൈ മോണ്ടിസോറി. അത് പറയുന്നില്ല, നമ്മളത് നോട്ട് ചെയ്താൽ മതി. ഇത്രയും കാര്യങ്ങളാണ് ഇന്ന് ഡിസ്കസ് ചെയ്തത്. എല്ലാവർക്കും മനസ്സിലാവുന്നുണ്ടോ ഞാൻ പറയുന്നത്? ക്ലിയർ ആണോ? മനസ്സിലാവുന്നുണ്ട്. ഓക്കെ. അപ്പോ ഇത്രയും കാര്യങ്ങളാണ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഈ ഒരു പോർഷനിൽ നിന്ന് ഒരുപാട് ക്വസ്റ്റ്യൻസ് ചോദിക്കും. ഞാൻ എക്സാമ്പിൾസ് പറയാം ഇങ്ങനെ ക്വസ്റ്റ്യൻ വരുന്നേന്നുള്ളത്. Montessori started first school at San Lorenzo for dash children from slums area. Okay. എന്താണ് സ്ലം എന്ന് പറഞ്ഞ എന്താ മീനിങ്? കേട്ടില്ല ടീച്ചറെ. ചേരി പ്രദേശത്തുനിന്നുള്ള കുട്ടികള്, സ്ലംസ് ഏരിയ. അപ്പോ വേറെ ക്വസ്റ്റ്യൻ ഇങ്ങനെ ചോദിക്കും. Montessori was requested by a house building society to conduct a daycare center for slums children at a place called Dash. അവിടെ നിന്നല്ല അങ്ങനെ ചോദിക്കാമെന്നാണ് പറയുന്നത്. The first school started by Montessori. എന്താണ് Casa di Bambini? The meaning of Casa di Bambini? Meaning of Casa di Bambini? Children's house. Children's house. ഞാൻ നോട്ട് ചെയ്തത് ആ ഒരു സെന്റൻസ് എങ്ങനെ പറയുമോ നോക്കിയതാ. ഓക്കെ. Casa di Bambini started in dash year. ഏത് ഇയറിലായിരുന്നു സ്റ്റാർട്ട് ചെയ്തത്? 1907. Montessori believed okay. ഓട്ടോ എഡ്യൂക്കേഷനെ കുറിച്ച് ക്വസ്റ്റ്യൻ വരും. ഞാനിപ്പോ എന്റേതായ രീതിയിൽ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല, അതുകൊണ്ടാണ് കേട്ടോ. അപ്പൊ മോണ്ടിസോറിയുടെ മെയിൻ ആയിട്ടുള്ള പ്രിൻസിപ്പിൾ ഫോളോ ചെയ്തത് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓട്ടോ എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ സ്പോണ്ടേനിയസ് സെൽഫ് ഡെവലപ്മെന്റ് ആണ്. ഓക്കെ. അപ്പോ അല്ലെങ്കിൽ ഡാഷ് ഇസ് ദ ഫസ്റ്റ് സ്കൂൾ ഇൻ ദ ചെയിൻ ഓഫ് സ്കൂൾസ് ഷീ സ്റ്റാർട്ടഡ് ഇൻ ഇറ്റലി. വീണ്ടും Casa di Bambini വരും. അപ്പൊ ഒരുപാട് ക്വസ്റ്റ്യൻ ആ ഒരു ഏരിയയിൽ ഒരുപാട് ക്വസ്റ്റ്യൻസ് ചോദിക്കും. അപ്പോ നമ്മൾ ഫോക്കസ് ചെയ്ത് പഠിക്കേണ്ട ഒരു ഏരിയ ആണ്. ചെറിയൊരു പാരഗ്രാഫ് ആണെന്ന് വിചാരിച്ച് വിടല്ലേ, ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പാരഗ്രാഫ് ആണ്. ക്ലിയർ ആണല്ലോ? ഇനി നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സുകളിൽ മുതൽ മോണ്ടിസോറിയുടെ ഡിസ്കവറീസ് അറ്റ് Casa di Bambini. മോണ്ടിസോറി ഒരുപാട് കാര്യങ്ങൾ Casa di Bambini നിന്ന് മനസ്സിലാക്കി, കുട്ടികളിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ ലേൺ ചെയ്യുന്നുണ്ട്. അപ്പൊ അതാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നിങ്ങൾക്കും ലേൺ ചെയ്യാൻ പറ്റൂല. നമ്മൾ കുട്ടികളെ പഠിപ്പിക്കുന്ന സമയത്ത് നമ്മുടെ കുട്ടികളിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ലേൺ ചെയ്യാനായിട്ട് പറ്റും. എനിക്കും പറ്റുന്നുണ്ട്, നിങ്ങളിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ ലേൺ ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പൊ അത് നമ്മൾ ലേൺ ചെയ്തുകൊണ്ടേയിരിക്കും. നമ്മുടെ കുട്ടികൾക്കനുസരിച്ച് നമ്മൾ മാറിക്കൊണ്ടിരിക്കുകയാണ് അല്ലെ? അപ്പൊ നമ്മൾ ലേൺ ചെയ്യാനായിട്ട് റെഡിയാണ്. അപ്പൊ അതേപോലെ തന്നെ മോണ്ടിസോറി ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നു, ഡിസ്കവർ ചെയ്തിട്ടുണ്ടായിരുന്നു Casa di Bambini നിന്ന്. നമ്മൾ നെക്സ്റ്റ് ക്ലാസ്സുകളിലായിട്ട് ഡിസ്കസ് ചെയ്യും. ഓക്കെ. ഇതില് പിങ്ക് ടവർ എന്ന് പറയുന്ന ഒരു മെറ്റീരിയലിനെ കുറിച്ച് പറഞ്ഞു അല്ലെ? ഓക്കെ. 10 വുഡൻ ക്യൂബ്സ് ആണ്. നല്ല അട്രാക്റ്റീവ് ആയിട്ടുള്ള കളറാണ്. ആർക്കൊക്കെയാണ് പിങ്ക് ഇഷ്ടമുള്ളത്? എനിക്കിഷ്ടമാട്ടോ. എനിക്ക് പിങ്ക് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ്. കാരണം ജസ്റ്റ് എന്നോട് കളിയാക്കും ടീച്ചേഴ്സ് എല്ലാവരും പറയും, എപ്പോഴും അതെ പിങ്ക് കളറുള്ളൂ എനിക്ക് പറഞ്ഞിട്ട്. ഡ്രസ്സൊക്കെ വേറെ ഇങ്ങനെ കാഷ്വൽ അല്ല, സാരി എടുക്കുമ്പോഴാണ് പ്രശ്നം. എനിക്ക് അതേ കളർ ചിലപ്പോൾ സാരി ഉണ്ടാവും, പക്ഷെ എന്താണ് ഞാൻ പോയി എടുക്കുന്നത് പിങ്ക് ആയിരിക്കും. പിങ്ക് വീട്ടിൽ വന്നിട്ടായിരിക്കും ഞാൻ പറയാം, ഹസ്ബൻഡിനോട് പറയും ഇത് കണ്ടോ ഇത് ലൈറ്റ് പിങ്ക് ആണ്, ഇത് കുറച്ചുകൂടി ലൈറ്റ് പിങ്ക് ആണ്. അപ്പൊ കുറച്ച് വേരിയൻസ് മനസ്സിലായോ? നമ്മുടെ സെക്കൻഡറി കളർ ബോക്സ് ഉണ്ടല്ലോ, സെക്കൻഡറി കളർ ബോക്സില് ഡിഫറെന്റ് ഷെയ്ഡ്സ് പറയുന്നില്ലേ നമ്മളവിടെ, അതേപോലെയാണ് ഞാൻ പറയുന്നത്. കണ്ടോ ഇത് വേറെയാണ്, നിങ്ങൾ ഉദ്ദേശിക്കുന്ന കളറല്ല ഇത്, ഇത് കുറച്ചുകൂടി ഡിഫറൻസ് ഉണ്ട് എന്നൊക്കെ പറയും. അപ്പോ പിങ്ക് എന്ന് പറയുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു കളറാണ്. അപ്പോ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു മെറ്റീരിയൽ ആണ് പിങ്ക് കളർ. ഞാനിത് എക്സ്പ്ലെയിൻ ചെയ്ത് തന്നിട്ടുണ്ട് നിങ്ങൾക്ക്. ഡേറ്റ് ഒന്നും തന്നിട്ടില്ലല്ലോ പ്രിപ്പയർ ചെയ്യാൻ? ഇല്ല മിസ്സേ. ഓക്കെ.
അപ്പൊ അടുത്ത മെറ്റീരിയൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് പിങ്ക് കളർ ആണ്. ഇറ്റ് ഇസ് എൻ അട്രാക്റ്റീവ് ഇൻ പിങ്ക് കളർ. ഇറ്റ് കൺസിസ്റ്റ് ഓഫ് 10 വുഡൻ ക്യൂബ്സ്. 10 വുഡൻ ക്യൂബ്സ് ആണ് ഇതിൽ വരുന്നത്. നിങ്ങൾ വുഡൻ ക്യൂബ്സ് തന്നെ വേണമെന്നില്ല, അല്ലാതെ ചാർട്ട് പേപ്പർ യൂസ് ചെയ്ത് നമുക്ക് പിങ്ക് കളർ ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, സൈസ് കാര്യങ്ങൾ മനസ്സിലാക്കാനായിട്ട് കുട്ടികൾക്ക് പറ്റും. ആ ഒരു കൺസ്ട്രക്ഷണൽ സ്കിൽ, ആർക്കിടെക്ചർ സ്കിൽസ് ഒക്കെ ഇംപ്രൂവ് ചെയ്യാൻ പറ്റും. സാധാരണ പിങ്ക് കളർ വരുന്നത് വുഡൻ ക്യൂബ്സിലാണ് വരുന്നത്. വീട്ടില് ആരെങ്കിലും എന്താ പറയാ മരപ്പണിയുള്ള വീടോ അല്ലെങ്കിൽ പരിചയത്തിലോ റിലേറ്റീവ്സ് ആയിട്ടുണ്ടോ? ഇല്ല, കുഴപ്പമില്ല. ഞാൻ ഈ പിങ്ക് ടവർ ചെയ്യിച്ചു കേട്ടോ. എന്റെ മോക്ക് വേണ്ടിയിട്ട് ഞാൻ ഈ പിങ്ക് ടവർ ചെയ്യിച്ചിട്ടുണ്ടായിരുന്നു. ഓൺലൈനൊക്കെ നോക്കുമ്പോൾ പിങ്ക് ടവറിന് ഒത്തിരി പൈസ കാണും, ഒരു 1500 അടുപ്പിച്ച് വരും. പക്ഷെ ഞാൻ 400 കൊണ്ട് ചെയ്യിച്ചു ഈ പിങ്ക് ടവർ. 400 to 600 ആണ് സാധാരണ വരുന്നത്. കുഞ്ഞു കുട്ടികളുള്ള അമ്മമാർക്ക് വുഡിൽ ചെയ്ത് കൊടുക്കാം, കാരണം അപ്പൊ അവര് കംപ്ലൈന്റ് വിശ്വാസത്തോട് കൂടി ചെയ്യിപ്പിക്കാൻ. ഇത് എത്ര ഹൈറ്റ് വേണം? 10 centimeter to 1 centimeter ആണ്. താഴത്തുനിന്ന് 10 centimeter, ഏറ്റവും ടോപ്പിലത്തെ 1 centimeter ആണ്. ഓക്കെ, നിങ്ങള് നെക്സ്റ്റ് ക്ലാസ്സിൽ വരുമ്പോ പിങ്ക് ടവറിനെ കുറിച്ച് നിങ്ങൾ എങ്ങനെ ചെയ്യാൻ പറ്റും എന്നൊക്കെ ഒന്ന് നോക്കിയിട്ട് വരും. ഓക്കെ, ഇനി പ്രാക്ടിക്കൽ സെഷൻ വരുന്ന സമയത്ത് നമ്മളുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പിങ്ക് ടവർ കാണിച്ചു തരാം കേട്ടോ. മിസ്, ഇത് തടിയിൽ ചെയ്യുകയാണെങ്കിലേ നമ്മൾ പെയിന്റ് അടിക്കുകയാണോ ചെയ്യണത്? വുഡിലാണെങ്കിൽ അത് പെയിന്റ് ചെയ്യാണ് ചെയ്യുന്നത്. വുഡിൽ നമ്മളത് പെയിന്റ് ചെയ്യാണ് ചെയ്യുന്നത്. നമ്മള് ഇവിടെ ഉണ്ട് പിങ്ക് ടവർ. അപ്പൊ നിങ്ങൾക്ക് വരുമ്പോ അത് കാണിച്ചു തരുന്നത്. നല്ല ഭംഗിയാ കാണാനായിട്ട്, ഭയങ്കര രസമാണ് ചെയ്യാനും, നല്ല രസമാണ് കാണാൻ. കളറാണ്, നല്ല കളറാണ്, ലൈറ്റ് പിങ്ക്. ചാർട്ട് പേപ്പർ വെച്ച് ചെയ്യുവാണെങ്കിൽ പിങ്ക് കളർ വാങ്ങിക്കണം അല്ലെ? പിങ്ക് ചാർട്ട് വാങ്ങിച്ചാൽ മതി. പിങ്ക് കളറിലെ ചാർട്ട് വാങ്ങിച്ചു. ഓക്കെ മിസ്. പിങ്ക് കളറിലെ ചാർട്ട് യൂസ് ചെയ്ത് നിങ്ങൾ എല്ലാവരും യൂട്യൂബ് ഒക്കെ നോക്കിക്കോ. ഹൗ ടു മേക്ക് പിങ്ക് ടവർ വിത്ത് ഹെൽപ്പ് ഓഫ് ചാർട്ട് ഒക്കെ പറഞ്ഞിട്ട് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും. ഓക്കെ, നോക്കിയിട്ട് നെക്സ്റ്റ് ക്ലാസ്സിൽ വരുമ്പോ ഇത് ഇങ്ങനെ ചെയ്യട്ടെ, നിങ്ങളുടേതായ ഐഡിയാസ് പറയും. ഓക്കെ, അപ്പൊ നെക്സ്റ്റ് ക്ലാസ്സിൽ ഒന്ന് പിങ്ക് ടവർ നോക്കിയിട്ട് വരാം. അത് കഴിഞ്ഞിട്ട് ഞാൻ ഡേറ്റ് തരാം എന്നതിന്റെ ഉള്ളിൽ സബ്മിറ്റ് ചെയ്യണമെന്നത്. ഓക്കെ, അപ്പോ ഞാൻ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാണ്. എല്ലാവർക്കും ക്ലാസ് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. താങ്ക് യു ഓൾ. സൈനോട്ട് ആരാ പറയുന്നേ? ഞാനാണ് മിസ്. ഓക്കെ, പറഞ്ഞോട്ടില്ല. Thank you all for joining. Thank you teacher and all for joining today's class. Today we have discussed about Maria Montessori's observation. Thank you all. Sign out by Shruti. Thank you, ma'am. Thank you, miss. Thank you, ma'am. Thank you, miss.